ഈ ലോകത്തിൽ അറിഞ്ഞോ അറിയാതെയോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വീണുപോയ ഒരു സത്വത്തെ, അല്ലെങ്കിൽ ഒരു അരൂപിയെ, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്നത്, ഞാൻ ആരാധിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് വീണുപോയ ഒരു ദേവനെയല്ല, മനസ്സോടെ സ്വർഗം ചായ്ച്ച് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ആരാധനയുടെ കോൺട്രാസ്റ്റ്? അനേകര് വീണവനെ ആരാധിക്കുമ്പോൾ നാം ഇറങ്ങി വന്നവനെ ആരാധിക്കുന്നു. അതിൽ സന്തോഷമുള്ള ദൈവങ്ങൾ കർത്താവിനെ അനുസരിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ എഫേസോസിൽ ചെന്നപ്പോൾ കർത്താവായ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഏറ്റവും അധികം എതിർപ്പുണ്ടായി. ആ ഭാഗമൊന്നും ഞാൻ വിവരിക്കുന്നില്ല, സമയവും വളരെ ചുരുക്കമാണ്. പൗലോസ് അവിടെ പരസ്യമായിട്ട് പ്രസംഗിച്ചു, ഐഡൽ ഈസ് നത്തിങ്. ഇന്ന് അനേകം ആളുകൾ ഐഡൽ ഈസ് സംതിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ കാര്യമുണ്ടെന്ന് പറയുമ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു അതിനകത്തൊരു കഥയുമില്ല. ഇറ്റ്സ് നത്തിങ്. വലിയ എതിർപ്പുണ്ടായി. പൗലോസ് മരണത്തോളം അവിടെ വെച്ച് സഹിക്കേണ്ടി വന്നു. ദേമെത്രിയോസ് എന്ന് പറയുന്ന ഒരു കാർപ്പന്റർ, ഒരു കോപ്പർ സ്മിത്ത്, ഒരു തട്ടാൻ, അവൻ എന്ത് ചെയ്തു? അവൻ ഈ ദേവതയുടെ കൊച്ചു കൊച്ചു രൂപങ്ങൾ ഉണ്ടാക്കി പതിനായിരക്കണക്കിന് ആളുകൾക്ക് വിറ്റ് അതിന്റെ ലാഭം എടുക്കുന്നവനായിരുന്നു. അവൻ പൗലോസിനെയും കൂട്ടുകാരെയും എതിർത്തു. സുവിശേഷ വേലയ്ക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കി. ഇതിന്റെ എല്ലാം പിറകിൽ പ്രവർത്തിച്ചത് ദേവേത്രിയോസ് ആണെന്ന് തോന്നുമെങ്കിലും ദേവേത്രിയോസ് അല്ല. ഒരു ഊമവിഗ്രഹത്തിനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇതിന്റെ എല്ലാം പിറകിൽ പ്രവർത്തിച്ചത് ആകാശത്ത് നിന്ന് വീണ ദുഷ്ടനായ സാത്താൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിങ്ങളോട് അല്പം ഡെമനോളജി, ഡോക്ട്രിൻ ഓഫ് ദ ഫോളൻ ഏഞ്ചൽസ്, വീണുപോയ ദുഷ്ടനായ സാത്താന്റെ തന്ത്രങ്ങളെക്കുറിച്ച് അല്പ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തെങ്കിലും ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതം വിജയമായി തീരണമെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, വിജയമെന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഒരു ടെസ്റ്റ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു യുദ്ധമുണ്ടെന്ന്, ഒരു പരിശ്രമമുണ്ടെന്ന് അതെ അതിൽ തന്നെ വ്യക്തമാണ്. ഇടയ്ക്ക് ഞാൻ കൊച്ച് കഥകളൊക്കെ പറയാം നിങ്ങൾ ക്ഷീണിക്കാതിരിക്കുന്നതിന് വേണ്ടി. ഈ പരീക്ഷയും വിജയവും ഒക്കെ പറഞ്ഞപ്പോൾ പണ്ടൊരാൾ പറഞ്ഞ ഒരു കൊച്ചു കഥ ഞാൻ ഓർക്കുന്നു. ഒരു സ്ഥാപനത്തില് ഇങ്ങനെ അവിടുത്തെ ജോലിക്കാരെ എടുക്കുന്നതിന് വേണ്ടി അതിന്റെ അധികൃതരെ ഒരു ഇന്റർവ്യൂ നടത്തി. ആ ഇന്റർവ്യൂവിൽ ആപ്ലിക്കൻസിനോട് പല ചോദ്യങ്ങൾ ചോദിച്ചതിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് കേൾക്കണോ? സാധാരണ നമ്മളാരും അങ്ങനത്തെ ചോദ്യം കേട്ടിട്ടില്ലായിരിക്കും. അവർ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: ഒരൊറ്റ പരീക്ഷയ്ക്ക് പോലും ഒരൊറ്റ വിഷയത്തിനും തോറ്റിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ട്? ഈ ആപ്ലിക്കേഷൻ കൊടുത്ത ആളുകളോട് ചോദിച്ചതാണ്. ഒരൊറ്റ പരീക്ഷയ്ക്കും ഒരു വിഷയത്തിനും ഒരിക്കലും തോറ്റിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട്? നല്ല ബിരുദങ്ങളൊക്കെ പാസ്സായവര് ഒക്കെ ഉണ്ട്, വന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാരും പറഞ്ഞു ഇല്ല, അങ്ങനെ പറയാൻ സാധ്യമല്ല. ചിലതിനൊക്കെ തോറ്റിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ തോറ്റിട്ടുണ്ട്, എല്ലാവരും തോറ്റിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരുത്തൻ നല്ല ധൈര്യത്തിൽ ഇരിക്കുക. അവനോട് അവർ ചോദിച്ചു, നീ എന്താ ഒന്നും പറയാത്തത്? അവൻ പറഞ്ഞു, ഞാന് ഒരിക്കലും തോറ്റിട്ടില്ല, ഒരു വിഷയത്തിനും തോറ്റിട്ടില്ല. ഓ, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അസാധാരണനായ ഒരു വ്യക്തി. അവർക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി ആയി, കളെ ഒന്ന് അറിയണമല്ലോ. ചോദിച്ചപ്പോ പള്ളിക്കുട്ടി ചോദിച്ചു, പരീക്ഷ എഴുതി എന്നിട്ട് വേണ്ട തോക്കാൻ. ദൈവത്തിന് വിജയമുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ ഒരു യുദ്ധമാണ്.
ഇതോ യുദ്ധം കൂടാതെ ആരും വിജയിക്കാനില്ല. വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നെ യുദ്ധം കൊണ്ട് പ്രയോജനം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് സകല സാധാരണ മനുഷ്യന്റെ ജീവിതം പോലെ യുദ്ധമാണ്. ജീവിതം പോലെ ജീവിത സമയം. ഇതോ ഒരു മനുഷ്യന്റെ ജീവിതം, ഈ ലോക ജീവിതം തീരുമ്പോൾ അതിനെക്കുറിച്ച് പറയാറുള്ളത് ഇങ്ങനെയാണ്: അവന്റെ അധ്വാനം തീർന്നു. ലൈഫ് ഈസ് ഓവർ. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കേട്ട വാക്കുകളിൽ ഒന്നിതായിരുന്നു: ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ പിറന്നു വീഴുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെ അവൻ പ്രയത്നങ്ങൾ കൂടെ യാത്ര ചെയ്യുക. പ്രയത്നം മനുഷ്യന് ഒരിക്കലും സന്തോഷമുള്ള ഒരു കാര്യമല്ല. അവന് വിശ്രമമാണ് ആവശ്യം. മനുഷ്യൻ വിശ്രമിക്കുന്നതിന് വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. നിങ്ങളെ ഫിലോസഫി ഒന്നും പഠിപ്പിക്കേണ്ട കാര്യം ഇപ്പോൾ എനിക്കില്ലെങ്കിലും ഞാനങ്ങ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോക ജീവിതം തന്നെ ഒരു യുദ്ധമാണ്. എന്നാൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഡബിൾ വാർ. അത് യുദ്ധമാണ്. ക്രിസ്തീയ ജീവിതം വലിയ യുദ്ധമാണ്. അറിയപ്പെട്ടിട്ടുള്ള യുദ്ധങ്ങളിലേക്കും വലിയ യുദ്ധം ക്രിസ്തീയ ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചില ആളുകൾ അവരുടെ മനസ്സിൽ പറയും, എന്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ സാധിക്കും? ഏറ്റവും വലിയ യുദ്ധത്തിൽ ചെന്ന് ചാടിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ആരും പേടിക്കരുത്. ഈ യുദ്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അതിന്റെ 10-ാം വാക്യം ഒരു പ്രാവശ്യം കൂടി വായിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. വായിക്കാൻ. അടുത്തത് അത് കേട്ടല്ലോ എല്ലാവരും. നമുക്ക് പോരാട്ടമുള്ളത് മതി. നമുക്ക് പോരാട്ടമുണ്ടെന്ന്. നമ്മളിൽ ചിലർക്ക് പോരാട്ടമുണ്ടെന്നല്ല, നമുക്ക് പോരാട്ടമുണ്ട്. എല്ലാവർക്കും യുദ്ധമുണ്ട്. അതുകൊണ്ട് ഇനി പുറകോട്ട് പോകാമെന്ന് ആരും വിചാരിക്കണ്ട. നമുക്ക് യുദ്ധമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ആരോടാണ്, ആരോടല്ല എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുക. ഈ പിശാചിന്റെ ആക്രമണങ്ങൾ നല്ലതുപോലെ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് അപ്പോസ്തലനായ പൗലോസ്. വെറും തിയറി പറയുന്ന ആളല്ല. അതുകൊണ്ട് തന്റെ അനുഭവത്തിൽ നിന്ന് തന്റെ വായനക്കാരെ ചില കാര്യങ്ങൾ താൻ മനസ്സിലാക്കുക. ഒന്നാമത് താൻ തറപ്പിച്ച് പറയുന്നത് നമുക്ക് പോരാട്ടമുണ്ട്. രണ്ടാമത് താൻ പറയുന്നത് അത് ആരോടല്ല. എല്ലാവരും ഒരല്പസമയം ദൈവത്തിനെ ഒന്ന് ചിന്തിക്കണം. ആരോടല്ല? ബൈബിൾ കവിശോളൊന്നും നോക്കാത്ത ജഡരക്തങ്ങളോട് അല്ല. നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടാണെന്നാണ്. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ഇന്ന വശത്ത് താമസിക്കുന്ന ആളുകൾ ഞങ്ങളുടെ ശത്രുക്കളാണ്, ഇന്നയാള് ഞങ്ങളുടെ ശത്രുവാണ്, ഇങ്ങനൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവരാരും നമ്മുടെ ശത്രുക്കളല്ലെന്നാണ്. ലോകത്തിൽ ഒരു മനുഷ്യനും നമ്മുടെ ശത്രു അല്ല. ഹല്ലേലൂയ. ഇത് പലരും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഇന്നത്തെ ലോകത്തിലെ വലിയ ചിന്തകന്മാരായ ആളുകളോട്, വലിയ അറിയപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ അവരെന്ത് പറയുമെന്ന് അറിയാമോ? റഷ്യയാണ് ഞങ്ങളുടെ ശത്രു, അമേരിക്കയാണ് ഞങ്ങളുടെ ശത്രു, ചൈനയാണ് ഞങ്ങളുടെ ശത്രു, പാകിസ്ഥാനാണ് ഞങ്ങളുടെ ശത്രു, ഇന്ത്യയാണ് ഞങ്ങളുടെ ശത്രു. ഏതെങ്കിലും ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും അവരാണ് നമ്മുടെ ശത്രുക്കൾ. എന്നാൽ ഒരു ആത്മീയ ദൃഷ്ടിയിൽ
അപ്പോസ്തലൻ പറയുന്നു, അവരാരും നമ്മുടെ ശത്രുക്കളല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആരാണ് നമ്മുടെ ശത്രുക്കൾ? നമുക്ക് പോരാട്ടമുള്ള ശത്രുക്കളോടല്ല, പിന്നെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമത്രേ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ ബാഹ്യ ശത്രുക്കളല്ല, ജഡീക ശത്രുക്കളല്ല, ആത്മീയ ശത്രുക്കളാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ അപ്പോസ്തലന്മാർ തുടങ്ങിയവരൊക്കെയും ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അനേക വേദഭാഗങ്ങൾ ഇവിടെ ഉച്ചരിപ്പാൻ ഞാൻ ബന്ധപ്പെടുന്നില്ല. എങ്കിലും ചില വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ചിലർക്കെങ്കിലും അത് പ്രയോജനം ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോസ്തലനായ പൗലൂസിന്റെ ഒരു വാക്യം, ഒരു ഫ്രേസ്, ഒരു പ്രയോഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അധർമ്മത്തിന്റെ മർമ്മം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഏത് ലേഖനത്തിലാണ്? ആർക്കെങ്കിലും പറയാം? അല്ല, ഏത് ലേഖനത്തിലാണെന്ന് പറയുമോ? തെസ്സലോനിക്ക ലേഖനത്തിലാണ്. വേറെ ദിവസം വായിക്കണം കേട്ടോ. ദൈവങ്ങളെ, അല്ലെ പിശാച് നിങ്ങളെ കടന്നാക്രമിക്കും. ദ മിസ്റ്ററി ഓഫ് ഈവിൾ. ഈ ലോകത്തിൽ എങ്ങനെ തിന്മയുണ്ടായി? ഒരു ചോദ്യമാണ്. അതിന് അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന പദം മിസ്റ്ററി ഓഫ് ഈവിൾ, അധർമ്മത്തിന്റെ മർമ്മം. ഒരു കാര്യത്തിന്റെ മർമ്മം എന്താണെന്ന് മനസ്സിലാക്കണം, അതിന്റെ സീക്രട്ട് മനസ്സിലാക്കണം, അതിന്റെ സോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. It's already in the universe working. ആദ്യം മുതലേ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. വേറൊരു വാക്യം, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഇതൊക്കെ ചേർത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അധർമ്മത്തിന്റെ മർമ്മം അവിടെ ഉണ്ട്. എന്നാൽ അതെന്നും അത്രയും തന്നെ ആയിരിക്കയില്ല. മുന്നോട്ട് നീങ്ങുന്തോറും അധർമ്മം പെരുകിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസന്മാരൊക്കെ നമ്മളോട് പ്രസംഗിക്കുമ്പം പറയുന്നത്, അത് ഈ അന്ത്യകാലത്ത് കഴിഞ്ഞ നാളുകളെക്കാളൊക്കെ കൂടുതൽ തിന്മ പെരുകുന്നു, പ്രൈസ് ദി ലോർഡ്, അധർമ്മം വർദ്ധിക്കുന്നു എന്നൊക്കെ പറയുന്നതിന്റെ കാരണം അധർമ്മം ഇന്നും ഇന്നലെയും തുടങ്ങിയെന്നുള്ള അർത്ഥത്തിലല്ല. അധർമ്മം അന്ത്യത്തോട് അടുക്കുമ്പോൾ അത് വർത്തമാനമായി കൊണ്ടിരിക്കുമെന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും എന്നോട് ചേർന്ന് സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഈ ലോകം തിന്മയാൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുക. നന്മയേക്കാൾ കൂടുതൽ, നന്മയുടെ വർധനവിനേക്കാൾ കൂടുതൽ തിന്മയുടെ വർധനമാണെന്നുള്ളത് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നു. കാരണം എന്താണ്? അധർമ്മം പെരുകും എന്നുള്ള ദൈവവചനത്തിന്റെ അത് അർത്ഥമതാണ്. ഞാൻ ഇടയ്ക്ക് ചില കൊച്ചു ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും, അറിയാമെങ്കിൽ പറയണം. അധർമ്മം പെരുകുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണെന്ന് പറയാമോ? കർത്താവായ യേശു. ഇനി മൂന്നാമത് ഞാനൊരു ഫ്രേസ് പറഞ്ഞ ആ ഭാഗം നിർത്തുകയാണ്. അധർമ്മത്തിന്റെ മർമ്മം പറഞ്ഞു, അധർമ്മം പെരുകുമെന്നും പറഞ്ഞു. മൂന്നാമത് പറയാൻ പോകുന്നത് അധർമ്മമൂർത്തിയായവൻ പ്രത്യക്ഷപ്പെടും. Praise the Lord. Praise the Lord. The man behind, praise the Lord, sin. ഈ തിന്മയുടെ, ഈ അകൃത്യത്തിന്റെ, ഈ അനീതിയുടെ പിറകിൽ അതിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശക്തി മറഞ്ഞിരിപ്പുണ്ട്. അവന്റെ പേരാണ് അധർമ്മ മൂർത്തി. ചുരുക്കി പറഞ്ഞാൽ സകല തിന്മയെയും ഉത്ഭവിപ്പിക്കുന്നത് ഇവനാണ്. ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം, ഇഫ് ദർ ഇസ് എ സ്പൈഡേഴ്സ് വെബ്, ദർ മസ്റ്റ് ബി എ സ്പൈഡർ വാക്കിംഗ് ബിഹൈൻഡ് ഇറ്റ്. ഒരു എട്ടുകാലി വല, ഒരു ചെലന്തി വല, ഒരിക്കലും അത് വെറുതെ ഉണ്ടാകുന്നതല്ല. അതിന്റെ പിറകിൽ ഒരു ചെലന്തി, സ്പൈഡർ വർക്ക് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കാമെങ്കിൽ നമുക്കതിനെ കണ്ടുപിടിക്കാം. ഇതുപോലെ ഈ ലോകത്തിൽ തിന്മയെന്ന് പറയുന്നത് വെറുതെ ഉണ്ടാകുന്നതല്ല. അതിന്റെ പിറകിൽ ഒരു അധർമ്മ മൂർത്തിയുണ്ട്.
there is an embodiment of wickedness. Praise the Lord. ഇന്ന് രാത്രിയിൽ ചില അടിസ്ഥാന സത്യങ്ങൾ നിങ്ങൾ അറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. Praise the Lord. അപ്പോസ്തലനായ പൗലോസ് അനേകം മഹനീയമായ കാര്യങ്ങൾ സ്നേഹത്തെക്കുറിച്ചുള്ള അധ്യായവും മറ്റും എഴുതിയിട്ടുള്ള ശ്രേഷ്ഠനായ ആ ദൈവത്തിന്റെ ദാസൻ ഇതാ എഫേസ്യ ലേഖനത്തിൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നു. നമ്മൾ പിശാചിനെ സൂക്ഷിക്കണം, അവന്റെ ആയുധങ്ങളെ സൂക്ഷിക്കണം. ഈ ആത്മീയ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടാതെ നോക്കണം എന്ന് അദ്ദേഹം എഴുതിയിരിക്കുക. എന്റെ ജീവിതത്തിൽ ഞാൻ പിശാചിനെ ശ്രദ്ധിക്കാതിരുന്ന പല സന്ദർഭങ്ങളിൽ എനിക്ക് പല പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി എന്റെ ജീവിതം ക്രമീകരിച്ചിട്ടുള്ള സമയത്തെല്ലാം എനിക്ക് വിജയവും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ചില സത്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഈ ചില ആളുകളോട് നമ്മൾ ഇടപെട്ടാൽ അവർ പിശാചിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ നാട്ടുപുറത്ത് തങ്ങളുടെ ആളുകളെയൊക്കെ പലരെയും കണ്ടിട്ടുണ്ട്. ഇത് പറയുന്നത്, ഇപ്പോ ഈ വീട് താമസിക്കാൻ കൊള്ളുകയില്ല, ഇവിടെ പിശാചിന്റെ ഉപദ്രവമുണ്ട്. വേറൊരു വീടിനെ കുറിച്ച് അവർ പറയുന്നത് ആ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. ചെല്ല് പറയുന്നത് ഇവിടെ ഞങ്ങളുടെ വീടിന്റെ മുകളിൽ കൂടി ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇങ്ങനെ ഒരു എരപ്പ് കേൾക്കാം. അത് യക്ഷിയോ ഗന്ധർവനോ മറ്റോ ഇങ്ങനെ പാസ് ചെയ്യുന്നതാണ്. ആ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയേ ഉള്ളൂ, ബാക്കി ദിവസങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ചില ആളുകൾ ഈ പിശാചിന്റെ ഉപദ്രവത്തെ നേരിടാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വീടും പറമ്പും എല്ലാം വിറ്റേച്ച് വേറെ സ്ഥലത്തൊക്കെ പോയി താമസിക്കാറ്. പക്ഷെ വേദപുസ്തകം വായിച്ചിരുന്നെങ്കിൽ ഒന്നും ചെയ്യില്ല. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലേക്ക്. പിന്നെ എങ്ങോട്ട് പോകാൻ? നീ ചെല്ലുന്നതിന് മുമ്പേ പിശാച് നിന്നെ കാത്ത് അവിടെ ഇരിപ്പുണ്ട്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നെന്ന് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. പിശാച് സകല സ്ഥലത്ത് മൂടാടി സഞ്ചരിക്കുന്നു. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫോ. അതൊരു പ്രാപഞ്ചിക ശത്രുവാണ്. അതില്ലാത്ത ഒരു സ്ഥലത്ത് പോകാമെന്ന് നീ വിചാരിക്കണ്ട. ദൈവത്തിന് സ്വത്രം. ഇനി ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ചിലരോട് നമ്മൾ ഈ വിഷയമൊക്കെ പറഞ്ഞ അവർ പറയുന്നത്, അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചെന്നേ ഉള്ളൂ, പിശാചില്ല, ക്യാഷ് ഉണ്ടെന്നൊക്കെ വെറുതെ പറയുന്നതാ, അങ്ങനെ ഇല്ല. ഞാന് അതിനെക്കുറിച്ച് പറയുന്നത്, പിശാചില്ലെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാന്നറിയോ? പിശാച. ഒരാൾ പറയാതിരിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഇന്നും കള്ളനില്ല എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കള്ളന. പൈസലോ അതുകൊണ്ട് പിശാചില്ലെന്നും പറഞ്ഞ് നീ നടക്കരുത്. പൈസലോ യു വിൽ ബി ആൻ ഈസി പ്രേ ഇൻ ഹിസ് ഹാൻഡ്സ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പ്രശ്നങ്ങളെ കുറഞ്ഞ ചെലവിൽ ഒഴിഞ്ഞു പോകാൻ ആരും അത് ശ്രമിക്കരുത്. അപ്പൊ യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ, വസ്തുതകളെ നേരിടുവാൻ എല്ലാവരും തയ്യാറായിരിക്കണം. ട്രൈ ടു ഫേസ് റിയാലിറ്റീസ്. പരമാർത്ഥങ്ങളെ, വസ്തുതകളെ നേരിടുവാൻ എല്ലാവരും തയ്യാറാണ്. വെറുതെ സങ്കല്പ ലോകത്തിൽ ജീവിക്കരുത്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഒരു കപ്പലിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇംഗ്ലണ്ടിലെ ഒരു തുറമുഖത്ത് നിന്ന് ആടിപ്പാടി യാത്ര തിരിച്ചതാണ്. അങ്ങോട്ട് പുറപ്പെട്ടപ്പോഴേ ഒരു മെസ്സേജ് കിട്ടി. 70 ചില്ലുവാനം മൈൽ നീളമുള്ള ഒരു ഐസ്ബർഗ്, ഒരു പടുകൂറ്റൻ മഞ്ഞുമല അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒഴുകി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു പോകണം എന്നൊരു മെസ്സേജ് കിട്ടിയതാണ്. പക്ഷേ ശ്രദ്ധിച്ചില്ല. ഞങ്ങൾക്ക് ആപത്തൊന്നും വരികയില്ല എന്നുള്ള ആ രൂപത്തിലങ്ങ് നീങ്ങി. ഒരു ദിവസം രാത്രിയിൽ മഞ്ഞുമലയോട് കൂട്ടിപ്പിടിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വലിയ കപ്പൽ തകർന്നു. ടിറ്റാനിക് ഇപ്പോൾ ഭയങ്കരമായൊരു അധപ്പതനം ഉണ്ടായി. ജീവിതത്തിൽ ശത്രുവിനെ മനസ്സിലാക്കുകയും ആപത്തിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും ചെയ്യുന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം ലഭിക്കുന്നത്. ചില ആളുകൾ അങ്ങ് ഈസി ഗോയിങ്ങാണ്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല,
ഇതിങ്ങനെ അങ്ങ് പോകും. ജീവിതത്തിൽ എനിക്കൊരു വൈരിയുണ്ട്, എന്റെ മാർഗമധ്യത്തിൽ എനിക്ക് തടസ്സങ്ങളുണ്ട്. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയുടെ മാതൃക പഠിപ്പിച്ചതായ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങിയതായ അതേ പ്രയർ പാറ്റേൺ, പ്രാർത്ഥനയുടെ അതേ ആ ബ്ലൂ പ്രിന്റ്, അതിന്റെ ആ ഔട്ട്ലൈൻ കർത്താവ് പഠിപ്പിച്ചപ്പോൾ അതിനകത്തെ വിഷയ സംഗ്രഹം, ഓരോ വിഷയം നമുക്ക് വേണ്ടി കർത്താവ് അതേ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡെലിവർ us from the evil one. ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. നമ്മുടെ ആളുകളൊക്കെ അതൊക്കെ അങ്ങ് വിട്ടിരിക്കുകയാണ്. സ്ഥിരം പ്രതിയുള്ള ആഹാരവും മറ്റും എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും അനേകർക്കും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന്റെ വായിച്ചെന്ന് ചാടുമ്പോഴാണ് പിന്നെ അതിന്റെ ആവശ്യബോധം ഉദിക്കുന്നത്. കർത്താവ് പഠിപ്പിച്ചത് നീ ഡെയിലി ബ്രെഡ് ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ പിതാവിനോട് ചോദിക്കണമെന്നാണ്. എന്ത്? ദുഷ്ടനിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ. നീ വസ്ത്രവും ഭക്ഷണവും മാത്രം ചോദിച്ച് മുന്നോട്ട് പോയാൽ അറിയാത്ത ഒരു നിമിഷത്തിൽ നിന്റെ ശത്രുവിന്റെ വായിൽ നീ അകപ്പെടും. അതുകൊണ്ട് നീ ദൈവത്തിൽ അഭയം പ്രാപിക്കണം, ശത്രുവിന്റെ കയ്യിൽ പെടാതിരിപ്പാൻ. ഗെത്സമേനെ തോട്ടത്തിൽ യേശു വലിയ യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ പോവുകയാണ്. ആ സമയത്ത് മനുഷ്യരുടെ പ്രതിനിധികളായിരിക്കുന്ന 3 പേരെ അവിടെ കൊണ്ട് ഇരുത്തി അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? എനിക്കറിയാം, ഈവൻ പ്രീച്ചേഴ്സിൽ പോലും പല ആളുകൾ അത് തെറ്റിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ 3 പേരെയും കൊണ്ട് ഇരുത്തിയിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞെന്നാ പ്രസംഗിക്കുന്നത്, നിങ്ങൾ എന്റെ ഇപ്പോഴത്തെ ഈ വിഷമസ്ഥിതിയിൽ ഞാൻ ക്ഷീണിച്ചു പോകാതിരിക്കാൻ എന്റെ പേർക്കൊന്ന് പ്രാർത്ഥിക്കണം. തന്റെ പേർക്ക് പ്രാർത്ഥിക്കണമെന്നല്ലതാണ് അവരോട് ആവശ്യപ്പെട്ടത്. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി. കുറച്ചു കഴിഞ്ഞപ്പോ അവർ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു. കർത്താവ് ഒടുവിൽ അവരോട് പറഞ്ഞത്, ഇരുളിന്റെ നാഴികയാകുന്നു, നിങ്ങൾക്കേത് സമയത്തും പരീക്ഷിക്കപ്പെടുവാനുള്ള സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീനെന്നാണ് പറഞ്ഞത്. മറ്റാരുടെ ഒത്താശ കൂടാതെ താൻ തനിയെ പ്രാർത്ഥിച്ച് അവിടെ ജയം നേടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ നിലനിൽപ്പെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്ക് വിഷയം ഒരല്പം വിട്ടു നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആ ടെക്സ്റ്റ് വായിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു ആത്മീയൻ അവന്റെ വഴിയിലായിരിക്കുന്ന പിശാചിനോട് എതിർക്കുന്ന ആ വിഷയം അങ്ങോട്ട് വർണ്ണിക്കുമ്പോൾ അതിന്റെ ആയുധവർഗങ്ങൾ ഒക്കെ വിവരിക്കുന്ന കൂട്ടത്തിൽ ഒരെണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് തീരാറായപ്പോൾ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും with all prayer and supplications always, Lord, always with all prayer and supplications, ഏതു നേരത്തും എല്ലാ പ്രാർത്ഥനയും ആയുധമായി എടുത്തുകൊണ്ട് വേണം ദൈവത്തിന്റെ പൈതൽ ജീവിക്കുക. ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആയുധവർഗങ്ങളിലൊന്നാണ്. യുദ്ധക്കളത്തിൽ സാത്താനെ നേരിടാനുള്ളതായ ആയുധവർഗങ്ങളിൽ ഒന്നായിട്ടാണ് ഇവിടെ പ്രാർത്ഥന പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ആളുകൾ ഈസി ആയിട്ട് പ്രാർത്ഥിക്കുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട്. തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ചിലർ കോട്ടുവായോ ഒക്കെ വിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞാൻ. അയ്യോ, നിങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച് എന്തറിഞ്ഞു? പ്രൈസ് ദി ലോർഡ്. സുഹൃത്തെ, പ്രാർത്ഥന എന്ന് പറയുന്നത് നേരം പോക്കല്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന എന്ന് പറയുന്നത് അലക്ഷ്യഭാവത്തിൽ ചെയ്യാനുള്ളതല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ആയുധപ്രയോഗമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, ഓ പുത്രന്റെ
കരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോലെയാവാ ദയവായി പ്രാർത്ഥന കേണമേ കാത്താ. നമ്മുടെ ശത്രു ഒരു ജഡീക ശത്രുവല്ല എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയുന്ന ഒരു ശത്രുവല്ല. ആയിരുന്നെങ്കിൽ നമുക്ക് അവനെ ഒരു വിസിബിൾ മീൻസ് കൊണ്ട്, ഒരു വിസിബിൾ ഇൻസ്ട്രുമെന്റ് കൊണ്ട് നമുക്ക് അവനെ നേരിടാമായിരുന്നു. ഈ ചില ആളുകളെ ഈ ചിലർക്ക് ഇങ്ങനെ ഭൂതോപദ്രവമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ അസുഖത്തിലിരിക്കുന്ന ആളിനെ ചൂരവടി വെച്ചൊക്കെ അടിക്കുന്നുണ്ട്. എനിക്കത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നും. ഞാൻ ചിലരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ആളിനെ അടിച്ചാൽ ശ്വാസിച്ച് കൊള്ളുമെന്ന് വിചാരിച്ചാണോ അടിക്കുന്നത്? ആ വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ദോഷം ഉണ്ടാകുമെന്നേ ഉള്ളൂ, ശ്വാസിന് യാതൊരു കുഴപ്പം ഉണ്ടാകില്ല. ഇസ്ലോൾ ആരെങ്കിലും ഒരാള് കാറ്റിനെ കൈകൊണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടു? കാറ്റടിക്കുമ്പോൾ ഒരാളങ്ങോട്ട് മുഷ്ടി ഉരുട്ടി കാറ്റിനെ ഇടിക്കുക. അതുകൊണ്ട് വല്ലതും സാധിക്കുമെങ്കിൽ ഇതുകൊണ്ട് സാധിക്കും. ആത്മീയ ഭാഷയിലുള്ള ഒരു ശത്രുവിനെ ജഡീയ ഭാഷയിലുള്ള ഒരു ആയുധം കൊണ്ട് നേരിടുവാൻ സാധ്യമല്ല. ഇറ്റ്സ് ലോർഡ്. അവർ foe is invisible and spiritual in the sense. ആത്മീയ ഭാഷയിലുള്ള ഒരു ശത്രുവാണ് നമ്മുടെ ശത്രു. അവനെ നേരിടേണ്ടത് ആത്മീയ ഭാഷയിലാണ്, ആത്മീയമായ ആയുധവർഗം കൊണ്ടുമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ ആത്മീയ ശത്രുക്കളോടാണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ കണ്ടീഷൻസ് ഇന്ന് രാത്രി ഒന്ന് അറിഞ്ഞിരിക്കണം. ആത്മീയ ശത്രുവിനോട് നമ്മൾ പോരാടുമ്പോൾ ആദ്യമായി നമ്മൾ അതിനു വേണ്ടി അത് പ്രാപിക്കേണ്ടത് ആത്മീയ ശക്തിയാണ്. പ്ലീസ് നമുക്ക് ഈ വിഷയം ഒന്നുകൂടെ പഠിക്കാൻ ശ്രമിക്കാം. 10-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 10-ാം വാക്യം. ദൈവങ്ങളെ, നിങ്ങൾ കേട്ടല്ലോ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും. മതി. ഈ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. ഈ മലയാളം ബൈബിൾ ധാരാളം വായിച്ചു പരിചയിച്ചിട്ടുള്ള നിങ്ങളോട് ഒരു കാര്യം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ പൗലോസിന്റെ എഴുത്തുകളിലൊക്കെ ഒടുവിൽ 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 എന്നിങ്ങനെ പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ആ പ്രയോഗത്തിന്റെ അർത്ഥം നമ്മുടെ ആളുകൾ വളരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്തുവാ? ഒടുവിൽ കർത്താവിലും അവന്റെ അഭിനവത്തിന് ശക്തിപ്പെടി. ഇപ്പൊ പലരും ധരിച്ചിരിക്കുന്നത് ചാകാറാകും മതി. കാരണം വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെട്ടാൽ മതി, അതുവരെ ദൈവത്തെ കൂടാതൊക്കെ ഇങ്ങനെ നടക്കാം. വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ഒടുവിൽ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും ചിന്തിച്ചുകൊള്ളുകയും. ഇപ്പോഴിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് വില കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടപെട്ടിങ്ങനെ നടക്കാം. ഒടുവില് മരണദൂതം വന്ന് വിളിക്കുമ്പോൾ സത്യമായതും ഘനമായതും ഒക്കെ ചിന്തിക്കാം. ഒടുവിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം നോട്ട് ലാസ്റ്റ്, നോട്ട് ഫൈനലി, ബട്ട് അൾട്ടിമേറ്റ്ലി. നിങ്ങൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായം തന്നെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനൊരു പ്രയോഗമുണ്ട്, എല്ലാറ്റിനും മീതെ. നിങ്ങളുണ്ടോന്ന് ചോദിക്കാട്ടെ? അബവ് ഓൾ, എല്ലാറ്റിനും മീതെ, മറ്റു സകല വിഷയങ്ങളെക്കാളും പ്രാധാന്യം കൊടുത്ത്, എല്ലാ വിഷയങ്ങളെക്കാളും മുകളിൽ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഒടുവിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഏത് വിഷയത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ കൂടുതൽ ഈ വിഷയത്തിന് കൊടുക്കണമെന്നാണ്. അമേരിക്കയിൽ പാർക്കുന്ന സഹോദരി സഹോദരന്മാരായ നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. കൽപ്പനയായിട്ട് എടുക്കണ്ട, അപേക്ഷയായിട്ട് എടുത്താൽ മതി. നമ്മളൊക്കെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട് വിട്ടിവിടെ വന്നവരാണ്, അത് ആവശ്യവുമാണ്. എങ്കിലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഭൗതികത്തിന് നിങ്ങൾ മുൻഗണന കൊടുക്കരുത്. ഭൗതികം ശ്രദ്ധിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല, ഭൗതികത്തിന് 1-ാം സ്ഥാനം കൊടുക്കരുത്. ഇതെന്റെ വാക്കല്ല, ദൈവവചനമാണ്.
മുന്നമേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് നൽകും. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ പരാജയങ്ങൾ, അതിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഈ വിഷയത്തിലാണ്. ഞാൻ വിഷയം വിട്ട് പറയുക. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, 70 പേരോളം അടങ്ങുന്ന ഒരു സംഘം മിസ്രൈമിലേക്ക് പോയി ഒരു രഥത്തിൽ കയറി. അവരുടെ യാത്രയുടെ ഉദ്ദേശം അവിടെ ധാന്യമുണ്ട്, അവിടെ ജീവിത സൗകര്യമുണ്ട് എന്നുള്ള ആ വെളിച്ചത്തിലായി. അവരവിടെ ചെന്നു. അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നു. ഗോശൻ ദേശത്ത് അവര് സ്ഥിരമായി പാർന്നു. എന്നാൽ പിൽക്കാലത്ത് അവർക്ക് വലിയൊരു പരാജയം ഉണ്ടായി. എന്താണെന്നറിയാമോ? അവരുടെ ഭൗതിക പ്രശ്നം തീർന്നപ്പോൾ അവര് മിസ്രയീമിന്റെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നു. അവിടുത്തെ ആരാധന അറിഞ്ഞോ അറിയാതെയോ ഇവരിലും വ്യാപിച്ചു. പേരിന് മാത്രം അവര് എബ്രായരായിരുന്നു. അവര് അനുഭവത്തിൽ മിസ്രയീമരോട് പങ്കുചേർന്നു. ഇത് ദൈവത്തിന് ദുഃഖകരമായി തീർന്നു. ഈ ജനത്തിന് ആരാധനയില്ല എന്ന് ദൈവത്തിന് മനസ്സിലായി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? തന്റെ ദാസനായ മോശയെ അഹരോനോടുകൂടെ അങ്ങോട്ട് അയച്ചു. നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടല്ലോ. മോശയും അഹരോനും ചെന്ന് മിസ്രൈമിൽ ഫറവോന്റെ മുമ്പിൽ നിന്നോണ്ട് എന്താ വിളിച്ചു പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സുഖമായി ഭക്ഷണം കഴിച്ച് ജീവിക്കാനായിട്ട് എന്റെ ജനത്തെ വിട്ടയക്കുക എന്നാണോ പറഞ്ഞു? പിന്നെ എന്നെ ആരാധിക്കാൻ. അപ്പോ മനസ്സിലായോ വിഷയം? പൈസലോ അവര് ഭക്ഷണകാര്യത്തെ മുൻനിർത്തിയാണ് വന്നത്. അതിന് പരിഹാരം കിട്ടിയപ്പോൾ എല്ലാം ആയി എന്നവർ തെറ്റിദ്ധരിച്ചു. ആരാധന അവർ മറന്നു. ആരാധനയെ പിറകിലെറിഞ്ഞു. ഇപ്പോൾ ദൈവം അവരെ ആരാധനയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. നമ്മൾ എവിടെയായിരുന്നാലും ആരാധനയ്ക്ക് ദൈവത്തിന് മുൻഗണന കൊടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഒരു മറുവശം പറയാൻ പോവുകയാണ്. ദൈവത്തിന് മുൻഗണന കൊടുക്കാതെ ജീവിച്ചാലുണ്ടല്ലോ, നമുക്ക് കരമൊഴിവായി കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്ന ഗോശൻ ദേശമൊക്കെ ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെടും. നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, അവിടെ തന്നെ നമ്മൾ ഇഷ്ടികപ്പണി ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല, ഒരു ദിവസം നമ്മൾ എന്നെ ആരിവിടെന്ന് കൊണ്ടുപോകുമെന്ന് നിലവിളിക്കും. തന്നെ വിട്ട് ഓടാൻ ശ്രമിക്കും. ഞാൻ പറയുന്ന കഠിനമായി വാക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മുൻഗണന കൊടുക്കാതെ എവിടെങ്കിലും ജീവിച്ചാൽ നമ്മൾ ഒടുവിൽ പരാജയമടയും. ഹല്ലേലൂയ. വേദപുസ്തകം നോക്കൂ. എവിടെങ്കിലും ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ദൈവത്തെ മുൻനിർത്തി ജീവിച്ചവരാണ്. ഞാൻ ചിലരുടെ പേരുകൾ നിങ്ങളോടൊന്ന് പറയാൻ പോവുകയാണ്. അതിലെ ഒന്നാമത്തെ വ്യക്തി പഴയ നിയമത്തിലെ അതേ അതിശ്രേഷ്ഠനായ യൗസേപ്പാണ്. യൗസേപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേലിൽ ചെന്നെത്തിയത് എങ്ങനെയാണെന്ന്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അവൻ എന്ത് ചെയ്തു? അവൻ ഏത് സാഹചര്യത്തിലായിരിക്കുമ്പോഴും അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഫസ്റ്റ് ഗോഡ്, ഓർ ഗോഡ് ഫസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. അവനെ പൊട്ടക്കണത്തിലിട്ടാലും അവൻ നിലവിളിക്കുന്നത് ദൈവത്തോട്. അവൻ പൊത്തീഫറിന്റെ വീട്ടിൽ വേലക്കാരനായി ദിനരാത്രങ്ങൾ കഴിക്കുമ്പോഴും അവൻ ഏതൊരു വിഷയത്തിന്റെ മുമ്പിലും മുൻനിർത്തുന്നത് ദൈവത്തിന്റെ മുമ്പിൽ. അല്ലെങ്കിൽ അവൻ എടുത്തു കാണിക്കുന്നത് ദൈവം. എന്റെ ദൈവത്തിന് വിരോധമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അവനെ അതേ ഈജിപ്ഷ്യൻ ജയിലിലിട്ടു. അവിടെ കിടന്നപ്പോഴും അവന്, വായിച്ചിട്ടുള്ളവർക്കറിയാം, അവന്റെ കൃപ നഷ്ടപ്പെട്ടിട്ടില്ല. സ്വപ്നമൊക്കെ വ്യാഖ്യാനിക്കാനും ഒക്കെയുള്ള കൃപ, ഗിഫ്റ്റ് അപ്പോഴും അവനുണ്ട്. അപ്പോഴും അവന് ദൈവത്തോടാണ് ഇടപാട്. ഇനി പറയട്ടെ, അവൻ മന്ത്രിയായി കഴിയുമ്പോൾ ചിലർക്ക് ഈ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമ്പോൾ ദൈവത്തെ ആകെ അങ്ങ് മറക്കുന്ന ചില ആളുകൾ. ഇവൻ ഇസ്രായേലിലെ മന്ത്രിയായിട്ടും അവന്റെ ഇടപാടുകളെല്ലാം ദൈവത്തെ മുൻനിർത്തിയാണ്. ഇവന്റെ സഹോദരന്മാരോട് വേണമെങ്കിൽ അവന് പ്രതികാരം ചെയ്യാൻ നല്ല അവസരം കിട്ടിയതാണ്. അപ്പോഴും അവൻ പറഞ്ഞത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന്. ഒടുവിലായിട്ട് അവന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവൻ മരിക്കുന്ന സമയത്ത്, മന്ത്രിയായിരിക്കുന്ന പദവിയിൽ ഇരുന്നുകൊണ്ട് മരിക്കുന്ന സമയത്ത് അവൻ സഹോദരന്മാരോട് പറഞ്ഞത്, ദൈവം നിങ്ങളെ സന്ദർശിക്കും. പിന്നെ ദൈവകാര്യങ്ങളാ അന്നേരവും പറയുന്നത്. ജീവിതത്തിന്റെ അവസ്ഥാഭേദങ്ങളാൽ ദൈവത്തിന്റെ ബന്ധം വിട്ടുപോകാത്ത ഒരു മാതൃകാ ഭക്തനെ ഞാൻ യൗസേപ്പിൽ കാണുക. നിങ്ങൾക്കറിയാമോ,
20 വെള്ളിക്കാശിന്റെ ഒരു കച്ചവടച്ചരക്കായിട്ട് പ്രൈസ് ദി ലോർഡ് as a മാർക്കറ്റിംഗ് ചന്തയെന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനം പോലെ 20 രൂപയുടെ ഒരു ചരക്കായിട്ട് മിസ്രയീമിൽ ചെന്നെത്തിയ ഒരു വ്യക്തിയാണ് യൗസേപ്പ്. അവൻ ദൈവത്തെ മുൻനിർത്തി ജീവിച്ചതിനാൽ ജീവിതത്തിന്റെ ഏത് പ്രശ്നത്തിന് മുമ്പിലും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തതിനാൽ അവൻ മിസ്രയീമിലെ പ്രധാനമന്ത്രിയായിത്തീർന്നു. ദൈവത്തിന് മുൻഗണന കൊടുക്കുന്ന വ്യക്തിയെ നീ മുഖാന്തരം അനേക അനുഗ്രഹം പ്രാപിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി ഇങ്ങനെയുള്ള എത്ര ചരിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ എനിക്കുണ്ട്. ഞാനിതിലോട്ടൊന്നും കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരു സംഗതി കൂടെ പറയാം. ഇസ്രായേൽ മക്കളുടെ പാപം നിമിത്തം വലിയ അധപ്പതനമുണ്ടായി. ജാതീയ രാജാക്കന്മാർ വന്നവരെ ആക്രമിക്കുകയും അവരെ ബദ്ധരാക്കിക്കൊണ്ടു പോവുകയും ചെയ്തു. അശ്ശൂർ രാജാവ്, ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ തുടങ്ങിയുള്ളവരൊക്കെയും ഇസ്രായേൽ ആക്രമിക്കുകയും അവരെ ബദ്ധരാക്കിക്കൊണ്ടു പോവുകയും ചെയ്തു. ചരിത്രമാണ്, ഞാൻ അതൊന്നും വിവരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കൊണ്ടുപോയ കൂട്ടത്തിൽ ഒരു 4 ബാലന്മാരെ പിടിച്ചോണ്ട് പോയി അവരെ ബാബിലോൺ രാജാവിന്റെ കൊട്ടാര വളപ്പിനകത്ത് തന്നെ താമസിപ്പിച്ചു. ഭയങ്കരമാണ് ആ ചരിത്രം. 4 ബാലന്മാര്. അവരുടെ പേരുകൾ സമയമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അവരുടെ പേര് ഓർത്തിരിക്കാൻ ഒരു എളുപ്പമുണ്ട്. 2 ഏലും അതെ 2 യാഹും. യാഹെന്നും ഏലെന്നുമുള്ള എൻഡിങ്ങിലാണ് അവരുടെ പേര് അവസാനിക്കുന്നത്. ഇവര് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. 2 പേരുടെ പേര് അസറിയ, ഹാനനിയ. മറ്റേ 2 പേരുടെ പേര് മീശായേൽ, ദാനിയേൽ. അവർക്ക് മാതാപിതാക്കന്മാര് പേരിട്ടപ്പോൾ ഭക്തിയുള്ള യഹൂദ കുടുംബങ്ങളിൽ അങ്ങനെയാണ്. കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ ദൈവത്തോട് ബന്ധമുള്ള പേരുകളായിട്ടത്. എലോഹിം, യാഹ് എന്നീ നാമങ്ങളോട് ബന്ധപ്പെട്ട പേരുകളാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്. ഞാൻ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാഴ്ചയിൽ തന്നെ അവർ നല്ല കുലീനന്മാരാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവരെ കൊണ്ടുപോയി അവരെ ബാബിലോണൈസ് ചെയ്യാനായിട്ടാണ് കൊണ്ടുപോയത്. എന്ന് പറഞ്ഞാൽ ബാബിലോണിലെ സംസ്കാരത്തിൽ അവരെ ലയിപ്പിച്ച് ഒടുവിൽ ബാബിലോണിലെ ആരാധനയിൽ അവരെ ലയിപ്പിച്ച് അങ്ങനെ അവരെ കൊണ്ട് ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാ കൊണ്ടുപോയത്. ഇടയ്ക്ക് ദൈവമക്കളെ, ഇവിടെ എന്നെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ ലോകത്തിൽ നമ്മളൊരു ശത്രുവിനെ കുറിച്ചാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ശത്രുവിന് അനേകം ആയുധങ്ങളുണ്ട്. അതിലൊന്ന് ശത്രുവിന്റെ തന്ത്രങ്ങളാണ്. പിശാചിന്റെ തന്ത്രങ്ങളാണ്. പിശാച് നമ്മുടെ നേരെ കടന്നാക്രമിക്കുമ്പോൾ നമുക്ക് അവനെ തിരിച്ചറിയാം. നമുക്ക് ഒരളവിൽ അവനോട് എതിർത്ത് നിൽക്കാനും കഴിയും. എന്നാൽ പിശാച് തന്ത്രപരമായിട്ട് വരുമ്പോൾ പലരും പരാജയപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഈ പിശാച് നമ്മൾ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പോലെ 2 കൊമ്പും 2 കൂർത്ത ചെവി 2 തുറിച്ച കണ്ണും ഇങ്ങനെ വളഞ്ഞ പല്ലുകളും ഒക്കെ ആയിട്ട് ഇവിടെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തന്നെ കയ്യിൽ കിട്ടുന്ന ആയുധം എടുത്ത് അവൻ കാട്ടി. പക്ഷെ അവൻ ഒരിക്കലും അങ്ങനെ നിങ്ങളുടെ നേരെ വരികയില്ല. അവൻ വരുന്നത് നിങ്ങളുടെ ഉറ്റ സഖിയായിട്ട്, നിങ്ങളുടെ വെൽവിഷറായിട്ട്, നിങ്ങൾക്ക് നന്മ നേർന്നുകൊണ്ട്, നിങ്ങളുടെ പെറ്റതള്ളേക്കാളും അൻപുള്ള ഭാവത്തിൽ മാത്രമേ അവ വരുവുള്ളൂ. ഞാൻ 1-2 ദൃഷ്ടാന്തങ്ങളെന്ന് പറയാം, ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ഒരു വലിയമ്മച്ചിയെ സമീപിച്ചത് തന്നെ ഞാൻ ആദ്യം നിങ്ങളെ ഓർപ്പിക്കാം. അതാ ഒരു ദിവസം ഇവന് നമ്മുടെ അമ്മച്ചിയുടെ അടുക്ക വന്നിട്ട് കുശലമൊക്കെ ചോദിച്ചു. അതെല്ലാം ഞാൻ ഇപ്പൊ വിവരിക്കുന്നില്ല. എന്നിട്ട് ഒടുവിലൊരു ചോദ്യം. അത് എന്റെ ഭാഷയിലാണ് കേട്ടോ, വ്യവസ്ഥയിൽ അങ്ങനെ കാണുകയില്ല. അത് ഞാൻ ഇങ്ങനെ അത് പറയും. ഈ സാത്താൻ ചോദിച്ചു, നിങ്ങളിവിടെ താമസമായിട്ട് ഒത്തിരി നാളായല്ലേ? അതെ. നിങ്ങൾക്ക് പ്രൊമോഷൻ ഒന്നും കിട്ടിയില്ലേ ഇതുവരെ? ഇല്ല. അമ്മ ഇരുന്ന അവസ്ഥയിൽ തന്നെയാണോ അപ്പോൾ ഇരിക്കുന്നത്? ഈ ഒന്നിന്റെ കഷ്ടമായിപ്പോയി. കുറച്ചുകൂടെ ഒക്കെ ഒരു ഉയർന്ന നിലയിൽ നിങ്ങൾ ആകാനുള്ള സമയം കഴിഞ്ഞു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഒരു പ്രൊമോഷൻ കിട്ടണമെന്ന്?
അമ്മച്ചി പറഞ്ഞു കാണുകൊണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനേ നിങ്ങളെ ദൈവത്തെ പോലെ ആക്കാം. ഈ പ്രമോഷൻ അല്ല, പ്രമോഷൻ ആരെ പോലെ ആക്കാമെന്ന്? ദൈവത്തെ പോലെ ആക്കാം. നമ്മുടെ അമ്മച്ചിക്ക് അത് അടി മനസ്സിലാക്കരുവാൻ, ദൈവത്തെ പോലെ ആകാമെന്ന്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പറയാറുണ്ട്, പിശാചിന്റെ തന്ത്രം അവിടെ ആയിരിക്കുന്നത്. അതേസമയം പിശാച് പറഞ്ഞെന്നിരിക്കട്ടെ, ഹവ്വ ഞാൻ പറയുന്ന കേൾക്കാമെങ്കിൽ ഞാന് നിങ്ങളെ രണ്ടുപേരെ എന്നെ പോലെ ആക്കാം എന്ന് പറഞ്ഞിട്ട് അന്നേരം അമ്മയ്ക്ക് പറഞ്ഞതിനെ പൊക്കോ, എന്നെ പോലാണ് വൃത്തികെട്ടത്. ഈശ്വരോ ദൈവത്തെ പോലെ ആക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അറിയപ്പെട്ടത്. ക്രൈസ്തലോ അതേസമയം തന്നെ ഇന്ന് ഇത്രയും കാര്യവിവരമുള്ള നമ്മൾ വല്ലവരും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സാത്താനോട് നമുക്കൊന്ന് ചോദിക്കാമായിരുന്നു. സാത്താനെ, അവിടെ നിന്നേ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിന്റെ ജോലിയാണോ ദൈവത്തെ പോലാക്കുന്നത്? പിശാചാണോ ദൈവത്തെ പോലാക്കുന്നത്? കണ്ടോ അതിനകത്തെ വൈവിധ്യം? അതാണ് സാത്താന്റെ തന്ത്രം. സാത്താൻ പറയുന്നത് ഞാൻ ദൈവത്തെ പോലാക്കാമെന്ന്, പിശാചിനെ പോലാക്കാമെന്നല്ല. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഫലത്തിൽ എങ്ങനായി അറിയാവുന്നവർ പറഞ്ഞാൽ അവനെ പോലാക്കി. അവനെ അനുസരിച്ചവരെയൊക്കെ അവൻ അവനെ പോലാക്കി. പലരെ ഇപ്പൊ ആക്കിക്കൊണ്ടിരിക്കുക. ചിലര് അവനെ ഫോളോ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ നോക്കിക്കോ, അവന്റെ രൂപത്തിൽ തന്നെ രണ്ടിരിക്കും, അവന്റെ പ്രകൃതിയിലുമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും ഒടുവിൽ അവൻ കിടക്കുന്നിടത്ത് അവർ കിടക്കാനും പോവുക. നമുക്ക് എല്ലാവരും കർത്താവിനെ സ്തുതിക്കാം. പിശാചിന്റെ തന്ത്രങ്ങൾ, അവൻ കപടവേഷത്തിൽ വരുമ്പോൾ നീ വഞ്ചിക്കപ്പെടരുത്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഒന്നാമത്തെ ആദാമിന്റെ അടുക്കൽ വഞ്ചനാപരമായി ചെന്ന ഈ ദുഷ്ടൻ ഒടുക്കത്തെ ആദാമെന്ന് പേരുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടുക്കൽ ചെന്ന പേര് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അത് വളരെ രസമുള്ള ഒരു ഭാഗമാണ്. ഞാനെന്ന് പറയാം. അത് അവിടെ ഞാൻ എന്റെ ഒരു ചെറിയൊരു ഇമാജിനേഷൻ ഉപയോഗിക്കാം. കർത്താവ് ഒരു 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ശരീരത്തിൽ അല്പം ക്ഷീണിച്ച്, എനിക്ക് തോന്നുന്നു ഒരു പാറയില് ഒരു വശം ചാരി ഇങ്ങനെ ഇരിക്കുമ്പോ ഈ പിശാച് അങ്ങോട്ട് ചെന്ന് അടിമുടി ഒന്ന് നോക്കി. എന്റെ ഒരു ഭാഗം അങ്ങനെ വേറെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. നോക്കി, ഒരു പെറ്റതള്ള തന്റെ ക്ഷീണിച്ച് യാത്ര ചെയ്ത് വരുന്ന ഒരു കുഞ്ഞിനെ നോക്കുന്നവൻ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര ദിവസമായി ആഹാരം കഴിച്ചിട്ട്? 40 ദിവസമായല്ലേ ഈ ആകപ്പാടെ ക്ഷീണിച്ചു പോയത്. വയറാകപ്പാടെ ഒട്ടി. എന്തൊരു കഷ്ടം, എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പോകുന്നു. വല്ലോ ഒന്ന് കഴിച്ച് കണ്ടിട്ടൊന്ന് പോയാൽ കൊള്ളാമെന്ന എനിക്ക് ആഗ്രഹം. പെറ്റതള്ളയ്ക്ക് ഒരു ഇത്രയും അൻപില്ല. പ്രൈസലോ, ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ, നോക്കിക്കേ അവൻ എന്തൊരു സഹതാപം. പക്ഷെ അവന്റെ ഉദ്ദേശം എന്നാണെന്നറിയാമോ? അവൻ പടിപടിയായി 3 ടെസ്റ്റിംഗ് നടത്തി. അതിൽ 3ാമത്തെ ടെസ്റ്റിംഗിൽ അവന്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന ഗൂഢമായ ഉദ്ദേശം അവൻ വെളിപ്പെടുത്തി. സാധാരണ അങ്ങനെ ഒരു ടെക്നിക്കുണ്ട്. ആദ്യം അവൻ നമ്മുടെ പേർക്ക് നമുക്ക് അനുഭാവിയാണെന്നുള്ള രീതി വല്ലതൊക്കെ പറഞ്ഞ് ഒടുവിൽ വരുമ്പോ അവന്റെ പൊതിക്കെട്ടഴിക്കും. അവന്റെ ഉദ്ദേശം ഒടുവിൽ വെളിപ്പെടുത്തും. ഒടുവിൽ കർത്താവിനോട് അവൻ പറഞ്ഞു, എന്നെ ഇങ്ങനൊന്ന് ബോധിയാണെങ്കിൽ, തല എന്റെ മുമ്പിൽ ഇങ്ങനൊന്ന് വണക്കാമെങ്കിൽ ഞാൻ അതിന് കനത്ത പ്രതിഫലം തരാം. എന്തോ, ഈ ഭൂമിയുടെ മഹത്വം മുഴുവൻ ഞാൻ നിനക്ക് തരാം, ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഒരുപക്ഷെ സാധാരണ മനുഷ്യരായ വല്ലവരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ, അതിനെന്താ ഇത്രയും കിട്ടുന്നത്, ഇങ്ങനൊന്ന് വെച്ചാൽ പോലെ, കിട്ടിക്കഴിയുമ്പോ ഇങ്ങനെ വെച്ചാൽ മതി. നമ്മുടെ കർത്താവ് പറഞ്ഞു, പോ സാത്താനെ പറഞ്ഞു. ഈ ചില ആളുകള് ഈ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് വന്നിരുന്ന ഓട്ടനെ അന്നേരം അതിൽ പോകുന്നവര് പത്സനം തന്നെയാണ്. ശാസിനെ എപ്പോഴും ഇങ്ങനെ ശാസിച്ചുകൊണ്ടിരിക്കും. ദൈവത്തെ സുഖിക്കാൻ അവർക്ക് ഒരു നിമിഷം പോലും കിട്ടില്ല. ഈ സുഹൃത്തെ, എനിക്ക് പല വിഷയങ്ങൾ അത് സംബന്ധിച്ച് പറയാനുണ്ട്. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, പിശാചിനെ ഭർഷിക്കേണ്ട വിഷയം ഇതൊന്നുമല്ല. നിനക്ക് സോക്കേട് പിടിപ്പിക്കാനും ഒക്കെ സാത്താൻ വരുമ്പോഴല്ല അവനെ ഭർഷിക്കേണ്ടത്. യേശു ആദ്യത്തെ 2 പരീക്ഷകൾക്ക് സാത്താനെ ഭർഷിച്ചില്ല. യേശു ഭർഷിച്ചത് 3ാമത്തെ പരീക്ഷയ്ക്കാണ്.
ആരാധനയിൽ കൈവെക്കാൻ നോക്കിയപ്പോഴാണ്. നിന്റെ ആരാധന സാത്താൻ തട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോഴാണ് അവനെ ദർശിക്കേണ്ടത്. ചിലർക്ക് അവിടെ മൗനമാണ്, അവിടെ ചിലർക്ക് സമ്മതമാണ്. എനിക്ക് ചൊറിയോ പനിയോ വല്ലതും എത്താൻ വിചാരിച്ചാൽ ഞാൻ സാത്താനെ ദർശിക്കും. ആരാധന എന്തെങ്കിലും ആയിപ്പോട്ടെ. അങ്ങനല്ല, നീ മുഖ്യ പ്രാധാന്യം കൊടുക്കേണ്ടത് നിന്റെ ആത്മീയ ജീവിതത്തിലാണ്, നിന്റെ ആരാധനയ്ക്കാണ്. സാത്താൻ കണ്ണുവച്ചിരിക്കുന്നത് ആ വിഷയത്തിലാണ്. അത് അപഹരിച്ചുകൊണ്ട് പോകുവാനാണ് അവൻ തന്ത്രപരമായി പടിപടിയായി നിന്റെ അടുക്കലേക്ക് അടുത്തു വരുന്നത്. ഈ പിശാചിന്റെ തന്ത്രങ്ങളെ ഗ്രഹിക്കണം ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരടി പാട്ട് പാടി കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും ബി ഹാപ്പി. സാത്താൻ നമ്മളോട് ഇടപെടുമ്പോൾ അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അവൻ ആദ്യം വിളിച്ചു പറയുകയില്ല, അവനത് ഒടുവിലത്തേക്ക് വെച്ചിരിക്കും. അവൻ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. ഇവിടെ ദൈവമക്കൾ അല്പം ബോധവാന്മാരായിരിക്കും. ഇതല്ലോ ബാബിലോണിലേക്ക് കൊണ്ടുപോയ 4 ദൈവദാസന്മാര് അവിടെ ചെന്നുടനെ ബാബിലോൺ രാജാവ് അവരെക്കുറിച്ച് ആദ്യം എടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എനിബഡി? യെസ്, പേര് മാറ്റുക. എന്താ പേര്? ദാനിയേലിന് കൊടുത്തു ഒരു മുതുപിശാചിന്റെ പേര് ബെൽതെശസ്സർ. മറ്റവർക്ക് ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോ. നമ്മുടെ ചില ആളുകൾ ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, പേര് മാറുന്നതിൽ എന്തോ ആ കാര്യം ഇരിക്കുന്നത്, എന്തോ പേരാണ്, വല്ലതും കഴിച്ചാലും കുടിച്ചാലും പോകും. സുഹൃത്തെ, ഇതിന്റെ അങ്ങേ തലയ്ക്കൽ എന്തോ ഒളിച്ചിരിക്കുന്നത് നിനക്കറിയത്തില്ല. ചെയ്തല്ലോ, ഒരു പേരുമാറ്റം മാത്രമല്ല, നിനക്കിട്ടിരിക്കുന്ന പേരാരുടെ പേരായിരുന്നു? കഴിഞ്ഞ ദിവസം നിന്റെ പേര് മിശായേലായിരുന്നു, നീ ദൈവത്തിന്റെ വകയായിരുന്നു. ഇപ്പൊ നിന്റെ പേര് അസറിയ എന്നോ അവൻ വേറെ അതേ മേശക്കെന്നോ അബേദ്നെഗോ എന്നോ ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം നിന്റെ പേര് ദാനിയേൽ എന്നായിരുന്നു, ഇന്ന് നിന്നെ അവർ വിളിക്കുന്നത് ബെൽതെശസ്സർ എന്നാണ്. വേറൊരു ദൈവത്തോടുള്ള ബന്ധത്തിലാണ് നിന്റെ പേരിപ്പോൾ മാറ്റിയിട്ടിരിക്കുന്നത്. ഇത് നിനക്ക് മനസ്സിലായോ? അടുത്ത വഴി എന്താണെന്നറിയാമോ? ഭക്ഷണം മാറ്റണം. ഭക്ഷണം മാറ്റുക എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയനെ നോൺ വെജിറ്റേറിയൻ ആക്കുക എന്നാണ് ചിലരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനൊന്നും അല്ല അവിടുത്തെ ഭക്ഷണം മാറ്റം. അതല്ല, ഈ ജാതീയ രാജാക്കന്മാര് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ആദ്യമായിട്ട് അവരുടെ വിഗ്രഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ ദേവതയുടെ മുമ്പിൽ കൊണ്ടുപോയി ഓഫർ ചെയ്യും. അങ്ങനെ അത് ദേവതയാ അതിനെ ബ്ലസ് ചെയ്ത് അതിനെ ആശീർവദിച്ച് അത് പിന്നെ ഭക്തന്മാർക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് അതിന്റെ സങ്കല്പം. അങ്ങനെ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിന്റെ പേര് നിവേദ്യമാണ്, ഫുഡ് ഓഫേർഡ് ടു ദി ഐഡൽ. അങ്ങനെ പിശാചിന് സമർപ്പിച്ചതിന് ശേഷമാണ് ജാതികൾ അവരുടെ ആഹാരം കഴിച്ചിരുന്നത്. ദാനിയേൽ നോക്കിയപ്പോൾ ഇതാ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ആഹാരം എടുത്തു കൊണ്ടുവന്ന് തങ്ങൾക്ക് വിളമ്പുന്നു. ദാനിയേൽ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങള് രാജഭോജനമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വെറും നിസ്സാരമായ ആഹാരം മതി. പക്ഷേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആരോഗ്യമൊക്കെ ദൈവം തമ്പുരാൻ തരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവര് ഭക്ഷണക്രമത്തെ എതിർത്തതിന്റെ പിറകിൽ ന്യൂട്രീൻ അതിന്റെ പോഷകമൂല്യമല്ല ഇരുന്നത്, പിന്നെയോ ആരാധനാമൂല്യമാണ്. ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കട്ടെ.
ഈ ഷാജിന് സമർപ്പിച്ച ആഹാരം ഞങ്ങൾക്ക് വേണ്ടെന്നാണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം. നമ്പർ 2, മൂന്നാമത്തെ പടി നിങ്ങൾക്കറിയാമോ? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാട്ട്. ഇതാ ഒരു വിളംബരം പുറപ്പെടുന്നു. ദൂരാ സമഭൂമിയിൽ സ്വർണം കൊണ്ടുള്ള ഒരു വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നു. അതിനോടല്ലാതെ ഈ സാമ്രാജ്യത്തിൽപ്പെട്ട വേറെ ഒരൊറ്റ വ്യക്തിയും ഒരു ദേവതയോടും ഒരു ദേവനോടും പ്രാർത്ഥിക്കരുത്. ഇവിടെ വന്നിരിക്കുന്ന എബ്രായരും ഒരു കാര്യം അറിയണം. എബ്രായരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കരുത്. രാജാവ് നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ മാത്രമേ നമസ്കരിക്കാവൂ. ചിലര് പറഞ്ഞു കാണും ചിലപ്പോൾ, അതിനെന്നാന്നേ ഇപ്പൊ ഒന്ന് നമസ്കരിക്കാം, അത് കഴിയുമ്പോ നമുക്ക് ദൈവത്തോടൊക്കെ പറയാമല്ലോ, ദൈവം കാരുണ്യവാനില്ലേ. ചന്ദ്രക്ക് മേശക്ക് അവേന്ദ്രഗോവിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളെ കിട്ടുകയില്ല, ഞങ്ങൾ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കയില്ല, ഞങ്ങൾ ജീവനുള്ള ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അന്നേരം രാജാവ് പറഞ്ഞു, നിങ്ങളെ തീച്ചൂളയിൽ നിന്ന് വിടുവിക്കുവാൻ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമ്മളെ വല്ലൊരു വാരനെ അവിടെ കൊണ്ടുപോയതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞേനെ, രാജാവിനോട് ഇങ്ങനെ പറഞ്ഞേനെ, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ തീച്ചൂളയിൽ നിന്ന് വിടുവിക്കും. ഉടനെ രാജാവ് പിന്നെയും പറയാതിരിക്കട്ടെ, വിടുവിച്ചില്ലെങ്കിലോ? അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, വിടുവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. അല്ല, ഇനിയും വല്ല കാരണവശാൽ വിടുവിച്ചില്ലെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ നോക്കിയാൽ മതിയല്ലോ. നമ്മുടെ പലരുടെയും പദ്ധതി അങ്ങനെ. ചന്ദ്രക്ലേശൊക്കെ പറഞ്ഞ കേൾക്കണോ? വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ദൈവം ഒരു പക്ഷേ ഏതെങ്കിലും കാരണത്താൽ തൽക്കാലം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ മറക്കയില്ല. നിങ്ങൾ വിശ്വാസവീരന്മാരുടെ അധ്യായം വായിച്ചിട്ടുണ്ടോ? അവർ ഒരുപറ്റം വിശ്വാസവീരന്മാരെ കുറിച്ച് പറയുന്നത് അവർ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റുവെന്നാണ്. ചിലർക്ക് വിടുതൽ ലഭിച്ചില്ല, എങ്കിലും അവർ വിശ്വാസത്തിൽ മരിച്ചു. അവരുദ്ദേശിച്ച കാര്യസാധ്യം അവർക്കുണ്ടായില്ലെങ്കിലും അവർ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഈ ബാലന്മാർ പറഞ്ഞു, ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ നമസ്കരിക്കുമെന്ന് പറഞ്ഞു. ചരിത്രം അറിയാവുന്നവർ പറഞ്ഞാട്ട് ഒടുവിലെ വിടുവിച്ചില്ലയോ? വിടുവിച്ചോ? വിടുവിച്ചു. ദൈവപുത്രൻ ഇറങ്ങി വന്നു. ഒരു പഴയ ഒരു ഗീതത്തിൽ ഞാൻ അതിനെക്കുറിച്ച് വായിച്ചു ഓർക്കുന്നുണ്ട്. അവിടുത്തെ അലങ്കാര ഭാഷ, ആ ബാവേലിൽ അത് കത്തിച്ചതായ തീച്ചൂളക്കകത്ത് സ്വർഗത്തിലെ ഒരു ദൂതൻ ഇറങ്ങി വന്ന് പനിനീര് തളിച്ചെന്ന്. ക്രൈസ്തലോ, ദൈവ പൈതലേ, നീ ആരാധനയ്ക്ക് വേണ്ടി ഉറച്ചു നിൽക്കുമെങ്കിൽ, നീ സത്യത്തിന് വേണ്ടി നേരെ നിൽക്കുമെങ്കിൽ ദൈവം നിന്നെ സഹായിക്കും. കൂടെ ഇറങ്ങി വരും. കരയ്ക്ക് നിന്നോണ്ട് സഹായിക്കുകയല്ല, അവൻ കൂടെ ഇറങ്ങി വരും. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പുതിയ നിയമത്തിലെ വിശ്വാസവീരന്മാരുടെ ആ പട്ടിക പറയുന്ന കൂട്ടത്തിൽ ഈ ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ സൂചിപ്പിക്കുന്ന ഒരു ഫ്രേസ്, ഒരു പ്രയോഗം പറഞ്ഞിട്ടുണ്ട്? അത് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി. ക്രൈസ്തലോ, ക്രൈസ്തലോ. ഇനി ഈ 3 ബാലന്മാരെ ടെസ്റ്റ് ചെയ്തു, രാജാവ് പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് അവരുടെ ലീഡറെ പിടിച്ചു, ദാനിയേലിനെ. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഈ ദാനിയേലിന് രാജാവ് എഴുത്തെഴുതി അയക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ദാനിയേലിനെ വിളിക്കുമ്പോഴെല്ലാം രാജാവ് ദാനിയേലിനെ സംബോധന ചെയ്തുകൊണ്ടിരുന്നത് ബെൽത്തിശസ്സറേ, ബെൽത്തിശസ്സറേ എന്നാണ്. എന്നാൽ ദാനിയേൽ രാജാവിനൊരു റിപ്ലൈ എഴുതി അയക്കുമ്പോൾ പേര് വെക്കുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ദാനിയേൽ എന്ന്. ദാനിയേൽ രാജാവ് വിളിക്കുന്നത് ബെൽത്തിശസ്സർ എന്നാണ്. ദാനിയേൽ തന്നെ കുറിച്ച് പറയുന്നത് ദാനിയേൽ. ഇങ്ങനെയുള്ള വീരന്മാരുണ്ടാകണം എന്ന് പറഞ്ഞാൽ, ബാബിലോണിലെ മഹാരാജാവെ, നീ ഇട്ടിരിക്കുന്ന പേര് ഞാൻ അംഗീകരിച്ചിട്ടില്ല.
എന്റെ മാതാപിതാക്കന്മാർ എനിക്ക് തന്ന പേരാ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്റെ ദൈവത്തോട് ബന്ധമുള്ള പേര് എനിക്ക് മതി. അത് മാറ്റാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നാണ് അതിന്റെ വ്യംഗ്യം. ഇപ്പോൾ ഇതാ ദാനിയേലിന്റെ നേരെ ആക്രമണം വരികയാണ്. എന്താണെന്നറിയാമോ? 30 ദിവസത്തേക്ക് രാജാവിനോട് അല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുത്. അത് അതിനേക്കാൾ കഷ്ടം. മരിച്ചു പോകുന്ന ഒരു മനുഷ്യനോട് പ്രാർത്ഥിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഒരു ഭയങ്കരമായ സിംഹക്കുഴിയിൽ ദാനിയേലിനെ എറിഞ്ഞു. ദൈവമക്കള് ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രവർത്തനങ്ങളെല്ലാം പിറകിൽ പൈശാചിക ശക്തിയുടെ വ്യാപാരം. നിങ്ങൾ ഇവിടെ വെറും നെബൂഖദ്നേസറിനെയോ ദര്യാവേശിനെയോ ഒന്നുമല്ല കാണേണ്ടത്. ഇതിന്റെ പിറകിൽ അധർമ്മത്തിന്റെ മർമ്മം മനസ്സിലാക്കണം. ഇതിന്റെ പിറകിൽ മറഞ്ഞിരിക്കുന്ന കറുത്ത കരങ്ങളെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. ഇവിടെ നിന്ന് കടന്നുപോയ ഈ 4 ബാലന്മാരെ അവരുടെ ആരാധന തെറ്റിച്ച് അവരെ പിശാചിന്റെ അടിമകളാക്കുവാൻ വേണ്ടിയാണ് സാത്താൻ വ്യാപരിക്കുന്നത്. ദാനിയേൽ എന്ത് ചെയ്തു? അവൻ ദൈവത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് സിംഹക്കുഴിയിലേക്ക് പോയി. വിശന്ന് പൊരിഞ്ഞു കിടക്കുന്ന സിംഹങ്ങളുടെ കുഴിയിലോട്ട് ഒരു ചെറുപ്പക്കാരനെ ഇട്ടാൽ മണിക്കൂറുകൾക്ക് തികയില്ല, മിനിറ്റുകൾക്ക് പോലും തികയില്ല, അവന്റെ അസ്ഥി പോലും മിച്ചം കിട്ടുകയില്ല. നമ്മൾ വായിച്ചിട്ടുണ്ട്. നേരം വെളുക്കാറായപ്പോഴ് ഒരു രാജാവ് അവിടെ ചെന്നു. രാജാവ് ഒന്ന് രാത്രി ഉറങ്ങിയില്ലെന്നാ വേദോസ്തവത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ രാജാവ് ഇറങ്ങിച്ചെന്ന് ഈ രാജാവ് ഒരു മിടുക്കനാണെന്ന് ഭാവിക്കുമ്പോൾ തന്നെ മണ്ടന്റെ രാജാവായി രാജാവ്. എന്താ കാര്യം എന്നറിയാമോ? രാത്രിയില് 12 മണിക്കൂറെങ്കിലും ഒരു സിംഹത്തിന്റെ കുഴിയില് അത് കിടന്ന ഒരാളിന്റെ പൊടി പോലും അവിടെ കാണുകയെന്ന് ഇയാൾക്ക് അത് ചിന്തിക്കാൻ കഴിയും. പക്ഷെ ഇയാൾ വെളുപ്പാങ്കാലത്ത് അവിടെ ചെന്ന് ആ കുഴിയിലോട് നോക്കിക്കൊണ്ട് വിളിച്ചെങ്ങനെയാണെന്നറിയാമോ? ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. ഞാനായിരുന്നു അതിന്റെ ചോട്ടിൽ കിടന്നുകൊണ്ട് ചോദിച്ചേനെ, ഇടോ എന്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് താനെന്തിനാ അവൻ എന്നെ വിളിച്ചത്? അപ്പൊ ഇവൻ ഇത് ചെയ്യുമ്പോഴും അവന്റെ ഉള്ളിൽ എന്തറിയാം? ദാനിയേലിൽ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം, നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം ഈ സിംഹങ്ങളുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പ്രാപ്തനായോ? ചോദ്യത്തിന്റെ ചുരുക്കം, ഹാവ് യു ലൈഫ്? ആർ യു സ്റ്റിൽ ലിവിങ്? ദാനിയേലേ, ഇപ്പോഴും നിനക്ക് ജീവൻ ഉണ്ടോ എന്നാ. ഉടനെ ദൈവദാസൻ അടി കിടന്നുകൊണ്ട് പറഞ്ഞ വാചകം ഒരിക്കലും ഒരു കർത്താവിന്റെ ദാസൻ വ്യാഖ്യാനിച്ച എങ്ങനെയാണ്? ലോങ് ലിവ് കിങ്. നീ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ദാനിയേൽ പറഞ്ഞു, നിനക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ എനിക്ക് ജീവനുണ്ടെന്ന് മാത്രമല്ല ആയുസ് വിൽക്കാൻ കൂടെ എന്റെ കയ്യിലുണ്ട്. നിനക്ക് ദീർഘായുസ് ഉണ്ടായിരിക്കട്ടെ, എനിക്കൊരു കുഴപ്പമൊന്നും. പ്രേരിച്ചല്ലോ, ദൈവം തന്നെ ദൂതനെ അയച്ചു, സിംഹങ്ങളുടെ വായ് ബന്ധിച്ചു. പ്രേരിച്ചല്ലോ, ദൈവത്തിന്റെ വൈതലേ, ഞാൻ എന്തിനായി ചരിത്രം ഇത്രയും വിസ്തരിച്ചെന്ന് നിങ്ങളൊരു പക്ഷേ എന്നോട് ചോദിച്ചേക്കും. ഞാൻ പറയാം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ബാബിലോണിലേക്ക് കൊണ്ടുപോയതായ ഈ ജനത്തെ ഒരു 70 വർഷം കഴിഞ്ഞപ്പോൾ അത് വേറെ ഒരു സാമ്രാജ്യമാണെന്ന് ഭരിക്കുന്നത് പേർഷ്യൻ സാമ്രാജ്യമാണ്. സൈറസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയാണെന്ന് ഭരിക്കുന്നത്. ആ സൈറസ് ചക്രവർത്തി ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. ആ വിളംബരത്തിന്റെ രക്തചുരുക്കം ഇതാണ്: ബാബിലോണിൽ നിന്ന് അടിമകളായിട്ട് വന്ന സകല യഹൂദന്മാരും അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകട്ടെ. അവരവിടെ ചെന്ന് അവരുടെ ദേവാലയം പുതുക്കി പണിയട്ടെ. വീടുകൾ കെട്ടി മതിലുകൾ പണിത് അവിടെ പാർക്കട്ടെ. ഇതെങ്ങനെ സംഭവിച്ചാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ചിലരോട് ചോദിച്ചാൽ അവർ പറയും, അപ്പോ അതൊക്കെ നാച്ചുറലായിട്ട് നടന്നു. നാച്ചുറലായിട്ട് അങ്ങനൊന്നും നടക്കുകയില്ല. ഇത് നടക്കുവാൻ തക്കവണ്ണം
വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദൈവം കോരേശിന്റെ മനസ്സിനെ ഉണർത്തിയെന്നാണ്. രാജാവിന്റെ മനസ്സിനെ ഉണർത്തിയ പല ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം ദാനിയേലിന്റെ ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഞാനൊരു സത്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് നന്മ വരണമെങ്കിൽ, നിങ്ങളുടെ ജനത്തിന് നന്മ വരണമെങ്കിൽ, എന്റെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിടുതൽ ഉണ്ടാകണമെങ്കിൽ ദാനിയേലിനെ പോലെ നമ്മൾ അതിനു വേണ്ടി വില കൊടുക്കണം. എന്ത് വില? പണമായിട്ടല്ല, ഡോളറായിട്ടല്ല, കണ്ണുനീരും പ്രാർത്ഥനയും ഉപവാസവും പ്രാർത്ഥനയും. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ, പ്രവാസികളെ തിരിച്ചയക്കണമേ എന്ന് ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ നാം പ്രാർത്ഥിക്കുമെങ്കിൽ ഒരല്പം കഴിഞ്ഞാലും ദൈവം ചിലരുടെ മനസ്സിനെ ഉണർത്തും. ദൈവം ചില വഴികൾ തുറക്കും. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടിയാ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. നമ്മള് അതേ പേരും മാറി, ഭക്ഷണക്രമവും മാറി, ആരാധനയും മാറി, നമ്മൾ ലോകത്തിന്റെ ഭാഗത്ത് ചേർന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ വിടുതൽ പ്രാപിക്കയില്ല. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ഒരു പരമസത്യം പറയാൻ പോവുകയാണ്. മിസ്രൈമിലേക്ക് പോയ യൗസേപ്പ് ഉണ്ടല്ലോ, ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ കൺവെൻഷൻ പ്രസംഗിച്ചപ്പോഴും ഈ കാര്യം പറഞ്ഞെന്നാണ് എനിക്ക് ഓർമ്മ. ഈ യൗസേപ്പ് മുഖാന്തരമാണ് യാക്കോബിന്റെ കുടുംബത്തിന് മുഴുവൻ രക്ഷയുണ്ടാകും, അല്ലേ? അതേസമയം ഞാനൊരു കാര്യം ചിന്തിക്കുകയാണ്. ഈ യൗസേപ്പ് പൊത്തീഫറിന്റെ വീട്ടിൽ പോയി താമസിക്കുന്ന ആ ദിവസങ്ങളിൽ അവൻ പാപം ചെയ്ത് തൊലഞ്ഞിരുന്നെങ്കിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇവന്റെ ജനത്തിന് വിടുതൽ ഉണ്ടാകുമായിരുന്നോ? ഇവന്റെ ചരിത്രം ഇങ്ങനെ ആകുമായിരുന്നോ? വല്ല നന്മയും വരുമായിരുന്നോ? ഇല്ല. അവൻ പാപത്തിന് കീഴ്പ്പെടാതെ, അവൻ പിശാചിന് അടിയറവ് പറയാതെ തന്നെത്താൻ കാത്തു സൂക്ഷിച്ച് ജീവിച്ചതിനാൽ അത്രേ ദൈവം അവനെ ഉയർത്തിയത്, മിസ്രയീമിന്റെ കസ്റ്റോഡിയനാക്കി അവനെ മാറ്റിയത്. പ്രൈസ് ദി ലോർഡ്. അത് മുഖാന്തരമാണ് അവൻ അനേകരുടെ അന്നദാതാവായിട്ട് മാറിയത്. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയട്ടെ, നിന്റെ പാവപ്പെട്ട അപ്പനും അമ്മയ്ക്കും, നിന്റെ സഹോദരി സഹോദരന്മാർക്കും, അങ്ങ് അകലത്തിൽ പാർക്കുന്ന നിന്റെ സ്വന്തം ജനങ്ങൾക്കും നിന്നെ കൊണ്ട് വല്ല നന്മയും വരണമെങ്കിൽ നീ ദൈവത്തെ മുൻനിർത്തി ജീവിക്കണം. നീ മദ്യപാനിയായി, ദുർമാർഗിയായി, നീ ചെല്ലുന്നിടത്തെ ക്ലൈമറ്റിൽ അരിഞ്ഞു ചേർന്ന് നീ ആരോട് ഉത്തരവാദിത്വമില്ലാതെ ജീവിച്ചാൽ നീയും നശിക്കും, നിന്റെ ജനവും നശിക്കും. നന്മയുണ്ടാകണമെങ്കിൽ ദാനിയേൽ ജീവിച്ചതുപോലെ, യൗസേപ്പ് ജീവിച്ചതുപോലെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കണം. എന്തതിശയമേ ദൈവത്തിൽ വചനങ്ങൾ എന്നെ നിങ്ങളെ ബോധവാന്മാരാക്കട്ടെ. അത് ഉത്തരവാദിത്വത്തിലേക്ക് നമ്മളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയില് അതേ നന്ദിയുള്ള ദൈവത്തിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ അല്പം മിനിറ്റുകൾ കൂടെ സംസാരിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുകയും ലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമുക്ക് പോരാട്ടമുണ്ടെന്നുള്ളത് നിശ്ചയമായ കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശത്രു ആത്മീയ ഭാഷയിലുള്ള ശത്രുവാണ്. അതുകൊണ്ട് നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ഒരിക്കലും ജഡീയങ്ങളായിരിക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരാള് പട്ടാളത്തിൽ ചേരുമ്പോ അയാൾക്ക് ആയുധങ്ങളെല്ലാം ഉണ്ട്, പടച്ചട്ടയുണ്ട്, പക്ഷേ ശരീരത്തിന് ശക്തിയില്ലെങ്കിൽ നല്ല പ്രയോജനമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? ഒരു പട്ടാളക്കാരന്റെ ഉടുപ്പെല്ലാം ഉണ്ട്, പട്ടാളക്കാരന്റെ വെടിക്കോപ്പുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആയുധങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ശരീരം ഉണ്ടെങ്കിലും ആരോഗ്യമില്ല, ശക്തിയില്ല. അങ്ങനത്തെ ആളിനെ കൊണ്ട് പട്ടാളത്തിൽ വല്ല പ്രയോജനമുണ്ട്? ഇല്ല. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് ആദ്യം പറയേണ്ട കാര്യം തന്നെ ആദ്യം പറയുന്നു. ഈ ആത്മീയ യുദ്ധത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യം വേണ്ടുന്ന ഒരു ശക്തിയാണ്, ആയുധമല്ല ആദ്യം വേണ്ടിയത്, പിന്നെ ശക്തിയാണ്.
10-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ നോക്കാം. വായിച്ചാൽ മതി. പിശാച് ശക്തിയുള്ളവനാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും പോയി കിടന്ന് പിശാചിനെ കണ്ട് ഞെട്ടി പേടിക്കുകയോ ഒന്നും ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എങ്കിലും പിശാചിന് ശക്തിയുണ്ടെന്നുള്ള വിവരം ഞാൻ നിങ്ങളോട് പറയാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ പലരും വിചാരിക്കുന്ന പോലല്ല. ചില പിശാചിനെ കുറിച്ച് വിചാരിക്കുന്നതിനാ അറിയോ, പിശാച് എന്തോ ചെയ്താൽ എന്നാ ഒന്ന് ഊതും പറഞ്ഞ് അവനങ്ങ് പോകുന്ന, അങ്ങനെ പോകുന്ന പിശാചും ഉണ്ടായിരിക്കും. ഈ പിശാചുകളെ കൂട്ടത്തിൽ തന്നെ ശക്തി കുറഞ്ഞ പിശാചുക്കളുണ്ട്, ശക്തി കൂടിയ പിശാചുക്കളുണ്ട്. വെറുതെ തമാശ പറഞ്ഞാൽ കാര്യം ധരിക്കരുത്. ദൈവസന്നിധി നിൽക്കുന്ന ദൂതന്മാരുടെ ഇടയിൽ തന്നെ ശക്തി കൂടിയ ദൂതന്മാരും ഉണ്ട്, കുറഞ്ഞ ദൂതന്മാരും ഉണ്ട്. വെളിപ്പാട് പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം. അനന്തരം ബലവാനായ ഒരു ദൂതൻ സ്വർഗത്തിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഈശ്വരോ, ബലം കൂടിയ ദൂതനും ബലം കുറഞ്ഞ ദൂതനും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഇപ്പൊ സമയം എടുക്കുന്നില്ല. പിശാച് ശക്തനാണ്. അവനെ നേരിടുവാൻ നമുക്കും ശക്തി ഉണ്ടായിരിക്കണം, എതിർവശത്തും ശക്തി ഉണ്ടായിരിക്കണം. അത് മനുഷ്യശക്തി പോരാ, പിന്നെന്ത് വേണം? അവിടെ വായിച്ച വാക്യം ഒന്ന് നോക്കിയാട്ടെല്ലാരും. കർത്താവിലും അവന്റെ അമിതബലത്തിലും. അമിതബലം എന്നുള്ള വാക്കിന്റെ അടിയിൽ വരയിടേണ്ടതാണ്. ഇതിലോ നമുക്ക് ദൈവശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വലിയ ശക്തിയുടെ ഉടമകളായി തീരുന്നുള്ളൂ. ഇന്ന് ലോകത്തിൽ പലതരത്തിലുള്ള ശക്തികൾ അറിയപ്പെടുന്നുണ്ട്. മാൻ പവർ, ഹോഴ്സ് പവർ, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഒരു പവറാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പല ശക്തികൾ ഇപ്പോൾ ഉണ്ട്. എന്നാൽ ഈ ശക്തികൾക്കെല്ലാം ലിമിറ്റ് ഉണ്ട്. ദൈവശക്തിക്ക് ലിമിറ്റ് ഇല്ല. അതുകൊണ്ടാണ് അമിതബലം. പ്രൈസ് ദി ലോർഡ്. അനന്തശക്തി, അമിതബലം. ദൈവവൈദ്യരെ, നീ ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ നിന്റെ ബലം അമിതബലമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇനി ഇതായിട്ടൊന്ന് വായിച്ചു. ഇനി ഞാൻ സംക്ഷിപ്തമായി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ ഇരിക്കണം. പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കണമെങ്കിൽ മനുഷ്യന്റെ ആയുധവർഗം ധരിച്ചാൽ പോരാ, പിശാചിന്റെ ആയുധവർഗം ധരിച്ചാൽ പോരാ, പിന്നെ ദൈവത്തിന്റെ ആയുധവർഗം ധരിക്കണം. പിശാചിന്റെ യുദ്ധത്തെ കൗണ്ടറാക്ട് ചെയ്യണമെങ്കിൽ, തിരിച്ചടിക്കണമെങ്കിൽ അതിന് ദൈവത്തിന്റെ ആയുധവർഗം ധരിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. പിശാച് നമ്മളെ ഒരു ചീത്ത വിളിക്കാന്നിരിക്കട്ടെ. ഉടനെ നമ്മൾ ആരെങ്കിലും ഒരാൾ തിരിച്ച് പിശാചിനെ ഒരു ചീത്ത വിളിക്കാറുണ്ടല്ലോ. പിശാചിന്റെ ആയുധം തന്നെ പിശാചിനെതിരായിട്ട് ഉപയോഗിക്കുകയാണ്. ഇതല്ലോ അങ്ങനെ ഉപയോഗിച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ലയോ എന്ന് നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അങ്ങനെ വിളിക്കാമെങ്കിൽ 6 മാസം കൂടെ പിശാച് പിടിക്കുന്നു. ഇതല്ലോ പിശാചിന്റെ ആയുധം പ്രയോഗിച്ചാൽ അവന് യുദ്ധാന്തരങ്ങളൊക്കെ എന്നേക്കാൾ കൂടുതൽ നിങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോ ഈ ഒരു സ്കഡ് മിസൈല് അത് ആദ്യം പ്രയോഗിക്കുമ്പോൾ അത് എന്താണെന്നുള്ളത് റഷ്യയുടെ ഭടന്മാർക്കറിയാം. എന്നാൽ എതിർവശത്തുള്ള ആളുകൾക്ക് അത്രയും അറിയത്തില്ല. ഏതൊരു രാജ്യം അത് ഉൽപ്പാദിപ്പിച്ച ഒരു ആയുധമാണ് പ്രയോഗിക്കപ്പെടുന്നത്, അത് നിർമ്മിച്ച രാജ്യത്തിനാണ് അറിയാം. പിശാചിന്റെ ആയുധം തന്നെ എടുത്ത് നമ്മൾ അവന്റെ നേരെ വിട്ടാൽ അവനറിയാം ഇതെന്റെ ആയുധം തന്നെയാണ്. അവനതൊരു പേടി സ്വപ്നമല്ല. എന്നാൽ അവൻ അറിഞ്ഞുകൂടാത്ത, അവന് പിടികിട്ടാത്ത മറുവശത്ത് നിന്ന് ദൈവത്തിന്റെ ഒരു ആയുധവർഗം അവന്റെ നേരെ വിട്ടാൽ അവൻ തകരും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ആയുധവർഗമൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ആണ് നോക്കാത്ത ബൈബിൾ കയ്യിലോട് ദൈവത്തിന്റെ ചില ആളുകൾ ആയുധവർഗം ധരിക്കും, പക്ഷെ സർവായുധവർഗം ധരിക്കില്ല. നിങ്ങള് ഈ ഭാഗം വായിച്ചിട്ട് വീട്ടിൽ ചെന്ന് ഒന്നുകൂടി ഈ ഭാഗം സമയമുണ്ടെങ്കിൽ ഒന്ന് നോക്കണം. അവിടെ പല ഭാഗത്തും ഈ പട്ടാളക്കാരൻ അവനെ തന്നെ ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിക്കാനായിട്ട്, കവർ ചെയ്യാനായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതില് കവറിങ് ഇല്ലാത്ത ഒരു ഭാഗമുണ്ട്. പുറത്തൊന്നും വെച്ച് കെട്ടാനായിട്ട് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. എന്താ അതിന് മർമ്മം അറിയാവോ?
നമ്മൾ ഒരിക്കലും പിശാചിന്റെ മുമ്പിൽ പുറം തിരിഞ്ഞോടുവാൻ പാടില്ല. ഓടിയാൽ പിന്നെ നമ്മൾ അവന് ഇരയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. പിശാചിനോട് എതിർത്ത് നിൽക്കുക അല്ലാതെ ഒരിക്കലും പരാജയം സമ്മതിച്ച് ഓടി രക്ഷപ്പെടാൻ സാധ്യമല്ല. വേദപുസ്തകം മുഴുവൻ ഞാൻ വായിച്ചു നോക്കിയിട്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ പൈതലേ, അതേ, പിന്മാറ്റക്കാരനെ സൂക്ഷിക്കാൻ ഒരു ആയുധവർഗമില്ല. പ്രൈസ് ദി ലോർഡ്. നീ എപ്പോഴും പിശാചിന് അഭിമുഖമായി നിന്നവനെ എതിർക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് പിശാചിനെ എതിർക്കുന്ന ഒരു ക്രിസ്തീയ പടയാളിയുടെ ആയുധവർഗങ്ങൾ ഓരോന്നായിട്ടൊന്ന് ചിന്തിക്കാം. അതിനൊന്നും അധികം സമയം എടുക്കുന്നില്ല. ഇതിൽ മോമെന്റ്സ് നമുക്കിത് നിർത്താം. ആദ്യമായിട്ട് ഒരു പട്ടാളക്കാരൻ, ഒരു ക്രിസ്ത്യാനി എന്ന പേരുള്ള ഒരു പടയാളി ഇങ്ങനെ സാത്താനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗം ഏതാണെന്നൊന്ന് കണ്ടുപിടിച്ചാട്ടെ. നിങ്ങളും കൂടെ അല്പസമയം ഒന്ന് ഷെയർ ചെയ്യണം. അല്ല, അവിടെ പറഞ്ഞിട്ട് ആയുധവർഗം തലേന്നാണ്. രക്ഷയെന്ന ശിരസ്ത്രം തലേ വെച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഹെൽമറ്റ്. ഇത് സാധാരണ ഗതിയില് ഇപ്പൊ നമ്മളൊക്കെ കാണുന്നത് മോട്ടോർ സൈക്കിളിലൊക്കെ പോകുന്ന ആളുകൾ വെക്കുന്നതായിട്ടാണ്. പക്ഷേ ഇത് ഉത്പാദിച്ച അവിടുന്നൊന്നും അല്ല. ഗ്രീക്ക് പടയാളികൾ, റോമൻ പടയാളികൾ, ഇവരൊക്കെയും യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ തലയിൽ വെച്ചിരുന്ന ആ പ്രത്യേക ഉപകരണമാണ് എന്ത്? ശിരസ്ത്രം, ഹെൽമറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. ഈ കടയിലൊക്കെ കിട്ടുന്ന ഹെൽമറ്റ് ഉണ്ടല്ലോ, അത്രയും ഒരു ഹെൽമറ്റ് ആയിരുന്നെങ്കിൽ ഒരു പ്രയാസവും ഇല്ലായിരുന്നു. കാശ് കൊടുത്താൽ ഒരു ഹെൽമറ്റ് കിട്ടും. അതും വാങ്ങിച്ചുകൊണ്ട് മോട്ടോർ സൈക്കിളിലൊക്കെ നടക്കാൻ കൊള്ളാം. അതും വെച്ചുകൊണ്ട് സാത്താന്റെ അടുക്ക് പോയി എന്നാ ജയിക്കുക. ജയിച്ചല്ലോ. ഈ ഹെൽമറ്റ് അല്ല എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഹെൽമറ്റ്. ദാറ്റ് ഈസ് എ വെർച്യൂ, ദാറ്റ് ഈസ് എ സ്പിരിച്വൽ തിങ്. അത് ആത്മീയ ഭാഷയിലുള്ള ഒരു അനുഭവമാണ്. ദാറ്റ് ഈസ് എൻ എക്സ്പീരിയൻസ്, നോട്ട് എ സബ്സ്റ്റൻസ്, നോട്ട് എ മാറ്റർ. ഇറ്റ്സ് എ സ്പിരിച്വൽ തിങ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? സാൽവേഷൻ. ഒരു പടയാളി, ഒരു ക്രിസ്ത്യാനി പിശാചിനോട് എതിർക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ചു നിൽക്കേണ്ട ഭാവം ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലായിരിക്കുന്നു എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? ഞാൻ ക്രിസ്തുവിന്റെ വകയാണെന്നാണ്. യേശു ക്രിസ്തുവിന്റെ ബ്രാൻഡ് എന്റെ നെറ്റിക്കൊണ്ടെന്നാണ്. യേശുവിന്റെ മുദ്ര എന്റെ മേലുണ്ടെന്നാണ്. സാത്താനേ, നിനക്കെന്നെ തൊടുവാൻ അധികാരമില്ല, ഞാൻ ക്രിസ്തുവിന്റെ വകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ രക്ഷിക്കപ്പെട്ടവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. കുറെ പേരുണ്ടെന്ന് എനിക്കറിയാം. അവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാത്താൻ ഏറ്റവും പേടിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരെയാണ്, ക്രിസ്തുയേശുവിന്റെ വകയായിരിക്കുന്നവരെയാണ്. ഈ നിങ്ങളെ ഈ മൊണോട്ടണസ് ഒക്കെ പോകാനായിട്ട് വേദോത്സവത്തിലെ ഒരു രസമുള്ള ഒരു ഭാഗം പറയാം. ചിലത് വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോസ്തല പ്രവൃത്തിയിലുള്ള ഒരു സംഗതിയാണ്. ഞാൻ തന്നെ അത് വായിച്ച് അറിയാതെ തിരിച്ചു പോയിട്ടുണ്ട്. ഈ പൗലോസ് അപ്പോസ്തലൻ അഖായ പ്രദേശങ്ങളില് ഇങ്ങനെ സുവിശേഷം അറിയിച്ച് നടക്കുമ്പോൾ അവിടെ മഹാപുരോഹിതനായ സ്കേവ എന്നു പേരുള്ള ഒരാളുടെ 7 പുത്രന്മാര് നടന്നു. പുരോഹിതന്റെ മക്കളാണെങ്കിലും അതുങ്ങളുടെ ജോലി എന്താണെന്നല്ലോ? മന്ത്രവാദം. എന്റെ ദൈവം, ഭയങ്കര മന്ത്രവാദം. ദേശാന്തരികളായിട്ട് നടക്കുക, മന്ത്രവാദമാ ജോലി. 7 പേരും കൂടെ കൂടി ഒരുമിച്ച് ആ ഭൂതവർക്കനൊക്കെ പോകുന്നു. എനിക്കറിയാം ഈ കടമറ്റത്തിന്റെ മന്ത്രം, ഇതുപോലത്തെയുള്ള മന്ത്രം ചൊല്ലുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 7 പേർക്ക് ചില മന്ത്രങ്ങളൊക്കെ അറിയാം, ഭൂതവർക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോ ആരാണ്ട് ഇവരോട് പറഞ്ഞു, ഈയിടെ നമ്മുടെ ദേശത്തൂടെ ഒരു വലിയ മന്ത്രവാദി ഇറങ്ങിയിട്ടുണ്ട്. അയാളുടെ പേര് പൗലോസ് എന്നാണ്. അയാൾ ഈ ഭൂതവാദിയൊക്കെ ഉള്ളിടത്ത് എന്നിട്ട് ഒരു കൊച്ചു മന്ത്രം, 2 വാക്കോ മറ്റേ ഉള്ളൂ, അത് ചൊല്ലുമ്പോഴേ ഭൂതമല്ല അലറി ഓടുന്നുണ്ട്. എന്തുവാ മന്ത്രം? യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിൽ നിന്ന് 2 സിലബിളുള്ള ഒരു മന്ത്രം ചൊല്ലുന്ന ഒരു മാന്ത്രികൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഇവർ കേട്ടു. ഉടനെ ഇവരെവിടെ ഒരു പുത്തൻ മന്ത്രം കേട്ടാലും പഠിക്കുന്നവരാണ്. ഇവർ ഈ മന്ത്രം എങ്ങനെയോ മനപ്പാടമാക്കിയിട്ട് അടുത്തൊരു ദിവസം ഒരു പൂതവറക്കിന്റെ ആവശ്യം മുന്നടുത്ത് 7 പേരും കൂടെ പൂതവറക്കാൻ ചെന്നു. പുത്തനായിട്ട്
മന്ത്രം പ്രയോഗിക്കാൻ പോവാ. ആ പഠിച്ച പുതിയ മന്ത്രം ആദ്യം പ്രയോഗിക്കാൻ പോവാ. വേദോസത്തിലുള്ള കാര്യം ഞാൻ ചുരുക്കി പറയാം. ഈ മന്ത്രം അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അവരിങ്ങനെ പറഞ്ഞു, പൗലോസ് പറയുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു പിശാചേ പോകാൻ. പൗലോസ് പറയുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു സാത്താനെ ഇറങ്ങിപ്പോകുക. ചുരുക്കി പറഞ്ഞാൽ പൗലോസിന്റെ യേശുവിന്റെ നാമത്തിൽ. ഇത്രയും പറഞ്ഞു പറഞ്ഞ ആ പിശാച് ഒരു ചിരിച്ചു. ചിരിച്ചേച്ച് പറഞ്ഞു കേൾക്കണോ, യേശുവിനെ ഞങ്ങൾക്ക് അറിയാം, പൗലോസിനെ പരിചയമുണ്ട്, നീ ആരാണ്? പൗലോസിന്റെ യേശുവിന്റെ നാമത്തിൽ എന്നെ ഇറക്കാൻ വന്നിരിക്കുന്നു, എന്റെ ദൈവമേ എന്ന് ചോദിക്കുക മാത്രമല്ല ചെയ്തത്. ദൈവമക്കളെ, വായിച്ചാ പേടി തോന്നും. ഈ അശുദ്ധാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി, മലയാളം ബൈബിളിൽ ഒരു ചെറിയ തെറ്റിപ്പോഴും ഉണ്ട്, അത് തിരുത്തിയിട്ടില്ല, ഇപ്പോഴും തിരുത്തിയിട്ടില്ല. അവരുടെ മേൽ ചാടി അവരെ 20 കീഴടക്കി. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു നോക്കൂ, 7 എന്നാ, 7 എന്നാ. 7 പേരും കൂടെ അപൂർവ്വം ചെയ്തിരിക്കുന്നത്. അശുദ്ധാത്മാവ് ചാടി 7 പേരെ കീഴടക്കി. അവരാ ഓടിപ്പോക്കിനിടയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോ ചില അത്യാവശ്യ സാധനങ്ങളൊക്കെ അവർ ഇട്ടേച്ചാ ഓടിപ്പോ. യേശുക്രിസ്തുവിനോട് ബന്ധമില്ലാത്തവനൊന്നും ഭൂത നടക്കാൻ പോകരുത്. രക്ഷിക്കപ്പെടാത്തവൻ പിശാചിനെ നേരിടാൻ പോകരുത്. ദൈവവൈതലേ, നീ ഞാനും പിശാചിനോട് നേരിടുമ്പോ അവൻ ഏറ്റവും പേടിയുണ്ടാക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ കാര്യമല്ല കേട്ടോ. ഇന്ന് രാത്രി ആരെങ്കിലും രക്ഷിക്കപ്പെടാതുണ്ടെങ്കിൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ രക്ഷിക്കപ്പെട്ടോണം. കാരണം പിശാചിനെ തൊടാൻ കഴിയാത്ത ഒരു ഉരുക്കുകോട്ടയിൽ നീ കയറുകയാണ്. പ്രൈസല്ലോ, പ്രൈസല്ലോ, രക്ഷയെന്ന ശിരസ്. ഇനി നമുക്ക് വേഗത്തിൽ, സമയം അധികം ഇല്ലല്ലോ, വേഗത്തിൽ ചെല്ലെങ്കിൽ ചിന്തിക്കാം. അതിന്റെ അടുത്തൊന്ന് വായിച്ച് രക്ഷയെന്ന ശിരസ്ത്രവും അത് ഞാൻ ഒടുവിൽ പറയാം. ആദ്യം ഞാൻ അവനെ തന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആ ഭാഗം മാത്രം ഒന്ന് പറയട്ടെ. കേട്ടോ വായിച്ചാൽ, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു പട്ടാളക്കാരന് എന്തെല്ലാം വസ്ത്രം ധരിച്ചാലും അതൊന്ന് ഫിറ്റായിട്ടിരിക്കണമെങ്കിൽ ബെൽറ്റ് കെട്ടണം. ഞങ്ങൾക്കും അറിയാം അങ്ങനെയൊക്കെ. എന്തോയെല്ലാം ഇട്ട് മുറിക്കാലും അത് ദേഹത്തെ നിൽക്കണമെങ്കിൽ ഒരു ബെൽറ്റ് ഇടണം. മക്കളോട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പാട്ട്, പ്രാർത്ഥന എന്തെല്ലോ ഉണ്ടായിരുന്നാലും അതെല്ലാം ഫിറ്റായിരിക്കണമെങ്കിൽ സത്യം ഇട്ട് മുറുക്കണം. നീ ഞാനും ഇറങ്ങിയത് സത്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, കാപട്യത്തിൽ ഇറങ്ങരുത്. പ്രൈസലോ, നമ്മുടെ അടിസ്ഥാനം സത്യമായിരിക്കണം. പ്രൈസലോ, വഞ്ചന പാടില്ല. നമ്മൾ ഇറങ്ങിത്തിരിച്ചത് സത്യമായിരിക്കണം. മനുഷ്യനെ ബോധിപ്പിക്കാനല്ല, ചിലരെ ധരിപ്പിക്കാനല്ല. ദൈവസന്നിധിയിൽ ഇന്ന് ദൈവം നമ്മളെ പരിശോധിച്ചാൽ അന്തർഭാഗത്തിൽ സത്യമുണ്ടായിരിക്കണം. അതുള്ളവൻ സാത്താന്റെ മുമ്പിൽ ആടിപ്പോവുകയില്ല, ഇല്ലാത്തവൻ സാത്താന്റെ മുമ്പിൽ ഇടയാടിപ്പോകും. ഈശലോ, സത്യത്തിന് വേണ്ടി ഇറങ്ങിയതായിരിക്കണം. ഈശലോ, എനിക്ക് വളരെ ധൈര്യമായിട്ടൊരു കാര്യം പറയാൻ സാധിക്കും. ലോകം എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഈശലോ, ഞാൻ സത്യത്തിന് വേണ്ടി ഇറങ്ങി എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ധൈര്യമുണ്ട്. ആ ധൈര്യമുള്ള ദൈവമക്കൾ കർത്താവിനെ സ്തുതിക്കട്ടെ. സത്യം അരക്കി വെട്ടിയും പിന്നെ നീതി എന്ന കവചം ധരിച്ചു. കവചം എന്നുള്ളതിന് ബ്രസ്റ്റ് പ്ലേറ്റ് എന്നാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളെ എല്ലാം സൂക്ഷിക്കുന്ന ഒരു ഭാഗമാണ്. ഒരു പട്ടാളക്കാരന്റെ അവന്റെ വിരിമാർവ് കാത്തു സൂക്ഷിക്കുന്ന ഭാഗമാണ് ഈ ബ്രസ്റ്റ് പ്ലേറ്റ്. ഈ ബ്രസ്റ്റ് പ്ലേറ്റ് മോശമാണെങ്കിലുണ്ടല്ലോ, ചങ്കോ കരളോ പതപ്പോ ഒക്കെ കൂരമ്പ് കയറി തകർന്നു പോകും. നീതി എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയാൻ സമയമില്ലാത്തത് എനിക്ക് വലിയ ദുഃഖമുണ്ട്. സത്യമല്ല നീതി, അത് രണ്ടും 2 വാക്കുകളാണ്. സത്യവും നീതിയും 2ആണ്. ഇതറിയണമെങ്കിൽ നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. 45-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം ഒരാളെന്ന് വായിക്കാം. 45-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം ഒരാളെന്ന് വായിക്കാം. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന്
നീ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നേൽക്കുക, വീരനായുള്ളവയെ നിന്റെ വാൾ അരക്കി വെച്ചുക. ആത്മീയ ആയുധവർഗങ്ങൾ പറയുമ്പോൾ ഇവിടെ ഈ രണ്ട് വാക്കുകൾ വരുന്നുണ്ട്, സത്യവും നീതിയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോർദാൻ നദി സ്നാനം വെക്കാൻ വന്നിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ ആ ഭാഗം വായിച്ചിട്ടുള്ളവർ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. യേശു സ്നാനം വെക്കാൻ വന്നിരിക്കുന്ന സമയത്ത് യോഹന്നാനോട് യേശു ഇങ്ങനാണോ പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. യോഹന്നാനെ, കുറച്ചുകൂടെ ഞാൻ സത്യസന്ധനായിത്തീരുന്നതിന് എന്നെ സ്നാനപ്പെടുത്തണം എന്നാണോ? അല്ല. യോഹന്നാനെ, എനിക്ക് കുറച്ചുകൂടെ വിശുദ്ധനാകുന്നതിന് വേണ്ടി എന്നെ സ്നാനപ്പെടുത്തണം എന്നാണ് പറഞ്ഞത്. വിശുദ്ധിയല്ല, സത്യവുമല്ല താൻ ഇവിടെ ആവശ്യപ്പെട്ടത്. പിന്നെന്താ പറഞ്ഞത്? ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടട്ടെ. നീതി എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും ഈ സാഹചര്യത്തിലെ അതിന്റെ പ്രസക്ത അർത്ഥം ദൈവം വെച്ച വ്യവസ്ഥയെന്നാണ്. എന്റെ ദൈവമേ, നീ വെച്ച വ്യവസ്ഥ അനുസരിക്കുവാൻ ഞാനിതാ തയ്യാറായിരിക്കുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. സത്യത്തിന് വേണ്ടി നീ ഇറങ്ങി തിരിച്ചതാണെങ്കിൽ നീ നീതി നിവർത്തിക്കും. നീതി കവചമാണ്. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവവൈദ്യരെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ സൂക്ഷിപ്പിന്റെ ഒരു പ്രധാന ഭാഗം അതാണ്. നീ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സാത്താന് നിന്റെ മർമ്മഭാഗങ്ങളെ സമീപിക്കുവാൻ കഴിയുകയില്ല. നീ സുരക്ഷിതനായിരിക്കും. വേഗം വായിക്കാം, താഴോട്ട് വായിക്കാം. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെയൊക്കെ തിടുക്കം ഏത് വിഷയത്തിന് വേണ്ടിയാണ്? ഇടയ്ക്ക് നിങ്ങൾ പരിതമായിട്ട് അധികം നിങ്ങൾക്ക് തോന്നരുത്. എനിക്കൊരാളിനെ അറിയാം. ഇത് വാസ്തവത്തിലുണ്ടായ ഒരു കാര്യമാണ്. ഈ ഒരു സഭയില്, ഞാൻ ഇവിടെ നിന്നോട് കള്ളം പ്രസംഗിക്കാൻ ഞാൻ ധരിക്കരുത്, ആക്ച്വൽ സംഭവിച്ചൊരു കാര്യമാണ്. ഒരു വേർപെട്ട ഒരു സഭയില് ഒരു സഹോദരൻ എന്നും സഭായോഗത്തിലിരുന്നു. ചെറിയ ഉറക്കമല്ല, പാവപ്പെട്ട കർത്താവിന്റെ ദാസൻ ചങ്ക് പൊട്ടിക്കിടന്ന് പ്രസംഗിച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇയാള് കൂർക്കം വലിച്ച് അയാളുടെ കൂർക്കത്തിന് ശബ്ദമൊക്കെ അടിച്ചടിക്കുന്ന ആള് ചെയ്യാറ്. അങ്ങനെ പറഞ്ഞ് അലക്ഷ്യം ഉണ്ടാക്കുന്ന ഒരു സഹോദരനുണ്ടായി. ഒരു ദിവസം ഒരു ഭയങ്കരമായ ഒരു സംഭവം ഉണ്ടായി. ഇയാൾ ഈ പതിവിൻപടി ഇരുന്ന് സഭായോഗത്തിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി അനേകർക്ക് ശല്യം ചെയ്യുന്ന സമയത്ത് ഇയാൾ ഈ ഉറങ്ങി ഇരിക്കുന്നതിന്റെ അടുക്കൽ ഇരുന്ന ഒരു കുസൃതിക്കാരനായ ഒരു കൊച്ചു സഹോദരൻ. അപ്പൊ ഈ ഉറങ്ങുന്ന സഹോദരനെ വീട്ടിൽ എരുമ വളർത്തൽ ബിസിനസ്സായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഊർക്കം വരി തുടങ്ങിക്കൊണ്ടിരിക്കുന്നതിൽ ഈ കൊച്ചു സഹോദരനെ ഇയാൾക്ക് സാമാന്യം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഇയാളെ പേര് വിളിച്ചിട്ട് പറഞ്ഞു, എരുമ കെട്ടി പഠിച്ചത്. എന്താ ദൈവമേ, ഒരൊറ്റ ചാട്ടം ചാടി എന്തൊരു ഉണർവായിരുന്നു. അപ്പൊ നോക്കണേ, അയാൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം പറഞ്ഞപ്പോ ഭയങ്കര ഉണർവ്. അതേസമയം കർത്താവിന്റെ കാര്യങ്ങള്, കർത്താവിന്റെ വരവ്, ഇതൊക്കെ പറഞ്ഞപ്പോ അയാളെയും പറഞ്ഞു. നിന്റെ നിക്ഷേപം എവിടെയാണ് ഇരിക്കുന്നത്, അവിടെ നിന്റെ ഹൃദയവും ഇരിക്കും. ഏത് വിഷയം പറയുമ്പോഴാണ് നിനക്ക് ഉണർവ്? ഏത് കാര്യത്തിന് വേണ്ടിയാണ് നിനക്ക് ഒരുക്കം? നിനക്ക് സുവിശേഷത്തിന് വേണ്ടി ഒരുക്കമുണ്ടോ? സുവിശേഷം നിന്റെ കാലിന് ചെരുപ്പാണോ? ഇനി ഞാൻ ഒരു വസ്തുത കൂടെ നിങ്ങളോട് പറയാം. ചെരുപ്പ് എന്നുള്ളത് അത് നടപ്പിനെ കാണിക്കുക മാത്രമല്ല, അത് സുരക്ഷിതത്വത്തെയും കാണിക്കുന്നു. നിന്റെ കാലിന് സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കമില്ലെങ്കിൽ നിന്റെ ജീവിതത്തെ മുള്ളു തറച്ചു കയറാൻ പോകുക. നിന്നെ കാത്തു സൂക്ഷിക്കുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ നീ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. നീ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിന്റെ പാദങ്ങളെ കാത്തു സൂക്ഷിക്കുക. നിന്റെ രക്ഷയുടെ ശിരസിനെ കാക്കുന്ന പോലെ നീ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ നിന്റെ പാദങ്ങളെ നീ സൂക്ഷിക്കുക. ഇനി വായിക്കാം, അടുത്ത വായിക്കാം. വിശ്വാസത്തിന് വേദപുസ്തക പ്രകാരം 3 അർത്ഥങ്ങളുണ്ട്. 3 അർത്ഥങ്ങളുണ്ട്. എന്നാൽ ഇവിടുത്തെ അർത്ഥം ദൈവാശ്രയമാണ്. ദൈവാശ്രയം,
ശത്രുവിന്റെ ആക്രമണം ഭയങ്കരമാകുമ്പോൾ, പട്ടാളക്കാരൻ ശത്രുവിന്റെ ബോംബിംഗ് ഉണ്ടാകുമ്പോൾ അവനെ തന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന കവചമുണ്ടായിരിക്കാം, അവന്റെ കയ്യിൽ ആയുധങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ ഭയങ്കര ബോംബിംഗ് ഷെല്ലിംഗ് ഉണ്ടാകുമ്പോൾ പട്ടാളക്കാരൻ ബങ്കിനകത്ത് കിടങ്ങിനകത്ത് ചാടി ആക്രമണം കഴിയുന്നവരെ അവൻ ഒളിച്ചിരിക്കും. ഇതുപോലെ ദൈവത്തിന്റെ പൈതലെ, ശത്രുവിന്റെ പോരാട്ടം ഉണ്ടാകുമ്പോൾ നിനക്ക് അഭയം അത് തേടുവാനുള്ള ഒരു സ്ഥലമാണ് ദൈവാശ്രയം. വിശ്വാസം ദൈവാശ്രയം കൊണ്ട് മാത്രമേ നമുക്ക് സാത്താനിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇവന്റെ രണ്ട് കയ്യിൽ ഇരിക്കുന്ന രണ്ട് ആയുധങ്ങളിൽ ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വിശ്വാസം എന്ന പരിച. ഈ ചില ആളുകളെ നമ്മൾ നോക്കിയാലുണ്ടല്ലോ, അവർ ഈ പരിച മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ഓരോ ദിവസവും അവർ വന്ന് സാക്ഷി പറയുമ്പോഴും കേൾക്കാം ഈ പരിചയുടെ കാര്യം അവർ വന്ന് പറയും. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് സാത്താന്റെ വലിയൊരു വെട്ട് വന്നു, പക്ഷെ കൊണ്ടില്ല, അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടു. ഓരോ ദിവസവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു വന്ന ചരിത്രമായി പറയുന്നത്. ഇവരോട് നമ്മൾ ചോദിച്ചാൽ ഇവരുടെ വരത്തെ കയ്യിലിരിക്കുന്ന സാധനം ഇവർ ഒരിക്കലും പ്രയോഗിച്ചിട്ടില്ല. ഏതുവാണ്? ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. ഈ വാൾ എന്റെയും നിന്റെയും കൈ തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? പിശാചിനെ വെട്ടാൻ. ചിലരെന്ത് ചെയ്യുമെന്നറിയാമോ? ഈ വാളെടുത്ത് കൂട്ടുസഹോദരനെ വെട്ടിക്കും. അങ്ങനെ വെട്ടുന്നവരല്ലോ ചിക്കാഗോയിലുണ്ടോ? ദൈവവചനം എന്ന വാളെടുത്ത് കൂട്ടുസഹോദരനെയും കൂട്ടുസഹോദരിയെയും വെട്ടിക്കളഞ്ഞു. സുഹൃത്തെ, ഇത് നിന്റെ കൈ തന്നിരിക്കുന്നത് സാത്താനെ വെട്ടാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോവുകയാണ്. നമ്മുടെ ജീവിതം ഒരു വിജയ ജീവിതമായി മാറണമെങ്കിൽ നമ്മുടെ സംസാര ഭാഷ ദൈവവചനമായി മാറണം. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവവചനം നമ്മുടെ സംസാര ഭാഷയായിട്ട് തീരണം. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കാം. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പിശാചിന്റെ ഒരു ഉപദ്രവം ഉണ്ടായിരുന്നിരിക്കട്ടെ. ഉടനെ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് പിശാചിനോട്, പിശാചേ നീ വേഗം ഇറങ്ങി പൊക്കോണം, നിന്നെ ഇവിടെ കണ്ടുപോകരുത്, അങ്ങനൊന്നും പറഞ്ഞാൽ പിശാച് പോവുകയില്ല. പിശാചിനോട് ദൈവവചനത്തിന്റെ ഭാഷയിൽ സംസാരിക്കണം. ദൈവത്തിന്റെ വ്യവസ്ഥയിൽ അവനോട് സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഒരു കൊച്ചു ചോദ്യം കൂടെ. കർത്താവിനെ സാത്താൻ പരീക്ഷിച്ചപ്പോൾ കർത്താവ് 3 മറുപടികൾ പറഞ്ഞു. വായിച്ചിട്ടുണ്ടോ? എന്തോ മറുപടി പറഞ്ഞെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നാലും എന്തോ പറഞ്ഞു? നമ്മൾ വല്ലവരും പറഞ്ഞേനെ, സാത്താനെ പൊക്കോ, എന്നെ ഇവിടെ കണ്ടുപോകെ, നീയാണോ എന്നെ പരീക്ഷിക്കാൻ വന്നിരിക്കുന്നത്? അങ്ങനെ ഒന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ സകല വചനം കൊണ്ടല്ല, ചിലപ്പോ അങ്ങനെ ആക്കിയിട്ടുണ്ട്. സകല വചനം കൊണ്ട്, ദൈവത്തിന്റെ സകല വചനം കൊണ്ട്, സകല വചനങ്ങളും കൊണ്ട് ജീവിക്കുന്നു. അടുത്തത് പിന്നെ രണ്ടാമത് സാത്താൻ പരീക്ഷിച്ചപ്പോൾ യേശു സ്വന്തത്തിൽ നിന്നൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞു? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് എഴുതിയിരിക്കുന്നു. മൂന്നാമത് പരീക്ഷിച്ചപ്പോൾ അന്നേരവും കർത്താവ് പറഞ്ഞത് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. 3 പ്രാവശ്യവും സാത്താനെ നേരിട്ടത് ദൈവവചനമാകുന്ന വാളുകൊണ്ടാണ്. ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാം. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴുണ്ടല്ലോ, മനുഷ്യവാക്കുകൾ പറയുകയും മനുഷ്യരിൽ ആശ്രയിക്കുകയും ചെയ്താൽ സാത്താന്റെ ഉപദ്രവങ്ങൾ ഒന്നിനൊന്നിന് വർദ്ധിച്ചു വരികയുള്ളൂ. ചില ആളുകളുണ്ട്, എനിക്കറിയാം, ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമോ കഷ്ടമോ ഒക്കെ വരുമ്പോ അയലോക്കക്കാരെല്ലാം വിളിച്ചു കൂട്ടി അവരോടെല്ലാം പറഞ്ഞു കേൾപ്പിക്കും. ഞാനൊരിക്കൽ കേട്ടതാ. ഞാനതൊരു കൊച്ചു ബാലനായിരുന്നു. വളരെ കഷ്ടതയും പ്രയാസവും അനുഭവിക്കുന്ന ഒരു സ്ത്രീയെ വേറെ ഒരു സ്ത്രീയോട് തന്റെ കഷ്ടങ്ങളെല്ലാം വിവരിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് എനിക്ക് 10 വയസ്സിൽ താഴെ പ്രായമുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് അടുക്കൽ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക. തന്റെ ഭർത്താവിന് രോഗമാണ്, കുഞ്ഞുങ്ങൾക്കെല്ലാം അതേ പട്ടിണിയാണ്, സ്കൂളിൽ വിടാൻ പണമില്ല, ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല, ബുക്സ് വാങ്ങിക്കാൻ കഴിവില്ല, ഒരുപാട് പ്രയാസങ്ങളെല്ലാം മറ്റേ സ്ത്രീയോട്, സാമ്പത്തികമായിട്ട് ഒരുവിധം മെച്ചമാണ് മറ്റേ സ്ത്രീക്ക്, അവരോട് ഈ സാധുവായ സ്ത്രീ പറയുകയാണ്. അപ്പൊ ഞാൻ അടുക്കൽ നിന്ന് കേൾക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇതെല്ലാം തീരുമ്പോ മറ്റേ സ്ത്രീ എന്തുമായിരിക്കും പറയുന്നത്?
എനിക്കത് കേൾക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ അടുക്ക നിൽക്കുക. എല്ലാം തീർന്നു കഴിഞ്ഞപ്പോ അത് കേട്ട സ്ത്രീ പറഞ്ഞു കേൾക്കണോ, ഇപ്പോഴും എന്റെ ഓർമ്മ വരുന്നുണ്ട്. നിന്റെ വിധി. അല്ല, ഞാൻ എന്തോ പറയാ, നിന്റെ വിധി കേട്ടല്ലോ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അയ്യോ എന്റെ സഹോദരി, നിന്റെ കഷ്ടങ്ങളൊന്നും നീ വെറുതെ വഴിയാ പോകുന്ന ഒരു സഹോദരിയോട് പറയല്ലേ. നീ വെറുതെ നിന്റെ മനപ്രയാസം എല്ലാം വേറൊരുത്തനെ അറിയിക്കല്ലേ. ഒരിക്കലേ ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരി, അവൾക്കൊരു കുഞ്ഞില്ലാത്തതിന്റെ ദുഃഖം നിന്ന് ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവാണ് തങ്കം പിടിച്ച മനുഷ്യൻ. എന്റെ ദുഃഖം നിങ്ങൾക്ക് അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞു. ഉടനെ അങ്ങേര് പറഞ്ഞെന്നറിയോ, ഹന്നായേ, ഞാൻ നിനക്ക് 10 മക്കളെക്കാൾ നല്ലവരും, ഞാൻ വെള്ളമൊക്കെ കോരിത്തരാവടി. എന്നാ എന്റെ ചുരുക്കം. നീ ഒരു മനുഷ്യത്തിൽ ആശ്രയിച്ചാൽ അവൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഇങ്ങനെ. അതേസമയം തന്നെ ഈ പാവപ്പെട്ട ഹന്ന തന്റെ ദുഃഖവുമായിട്ട് ശീലോവിൽ സമാഗമന കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ ചെന്നു. ദൈവ സന്നിധിയിൽ തന്റെ ഹൃദയം പകർന്നു. അതിന്റെ ഫലമോ പിന്നെ അവൾക്ക് ഖേദിക്കുവാനുള്ള വന്നില്ല. പിന്നെ ആരോടും ഇത് പറയേണ്ടി വന്നില്ല. അടുത്ത വർഷം അവൾക്കൊരു ആൺകുട്ടിയെ ലഭിച്ചു. ദൈവത്തിന്റെ പൈതലേ, നിന്റെ പ്രശ്നങ്ങൾ ദൈവത്തെ അറിയിക്കൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ലോകം ഇത്രയും ഡിസെൻഡിങ് ആയിട്ട് പോകുന്നത് എന്താ നിങ്ങൾക്കറിയാമോ? കുടുംബങ്ങൾ, വ്യക്തികൾ, രാഷ്ട്രങ്ങളെല്ലാം ഒന്നിനൊന്ന് തകർച്ചയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ? ഞാൻ നിങ്ങളോട് പറയാം. പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടനെ അവർ തന്നെത്താൻ ചിന്താകുലപ്പെടുകയും അത് പരിഹരിക്കാൻ കിടന്ന് ശ്രമിക്കുകയും ചെയ്യുന്നു. പിന്നെ കുറച്ചുപേർ കൂടിയിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. ഇടയ്ക്ക് പറയട്ടെ, കഴിഞ്ഞ ദിവസം എനിക്ക് വയറ്റിലൊരു വേദനയുണ്ടായി. നിങ്ങൾ ചില എന്നിവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തെന്ന് എനിക്കറിയാം. കർത്താവ് എനിക്ക് വിടുതൽ. ഞാന് എന്റെ വയറ്റിൽ വേദനയാന്ന് വേറൊരു മനുഷ്യനോട് ചെന്ന് പറയാൻ നിൽക്കട്ടെ. അവനോടനെ പറയാം, എവിടാ വേദന? ഞാൻ പറഞ്ഞു, വിടാം, എനിക്കിവിടാ. വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ചെന്ന് വേറൊരു മനുഷ്യനോട് ആശ്വാസം ചോദിച്ചാൽ അവൻ പറയും, നിങ്ങൾക്ക് മുമ്പിൽ ആ വേദന എനിക്ക് പറയും. അത്രയ്ക്കുള്ള വ്യത്യാസം. ഒരുത്തൻ ചെന്ന് വേറൊരുത്തനോട് പാപം വെച്ച് പറഞ്ഞാൽ എന്റെ പാപം അല്ലെന്നേ ഉള്ളൂ, അവന് വേറെ പാപമുണ്ട്. എന്നാൽ നമ്മുടെ പാപവും നമ്മുടെ രോഗവും എല്ലാം അറിയിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെയാണ്. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. എനിക്ക് ചിക്കാഗോയിലുള്ള സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, ഏത് പ്രശ്നം വരുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക. കൺസൾട്ട് വിത്ത് ഗോഡ്. നിങ്ങൾ തമ്മിൽ കിടന്ന് ആലോചിക്കാതെ ദൈവത്തോട് ആലോചിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന സഭയിൽ ചെല്ലുക. ദൈവസന്നിധിയിൽ പ്രശ്നങ്ങളെ സമർപ്പിക്കുക. എന്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. സാത്താൻ കുഴച്ച് മറിച്ചിട്ടിരിക്കുന്ന, സാത്താൻ ചതിച്ചിട്ടിരിക്കുന്ന ഈ ലോകത്തിൽ എനിക്ക് നിങ്ങൾക്കും രക്ഷപ്പെടുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ദൈവത്തിന്റെ ബലം നേടി, ദൈവത്തിന്റെ കവചം ധരിച്ച്, ദൈവത്തിന്റെ ആയുധവർഗം ധരിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിന്റെ വചനം വാളായിട്ട് ഏന്തിക്കൊണ്ട് സാത്താനെ അതേ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് ജയിച്ച് 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 മുന്നോട്ടോടുക. ഒടുവിൽ യുദ്ധം തീരുമ്പോൾ, ഒരു ദിവസം യുദ്ധം തീരും. നിങ്ങൾ കേട്ടോ, സകലവും സമാപിക്കുന്ന ഒരു ദിവസം വരുമെന്ന് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സകലവും സമാപിക്കുന്ന ഒരു ദിവസം വരും. അന്ന് നമുക്ക് ഉറച്ചു നിൽക്കുവാനിടയാക്കിയിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ മറന്നുപോയാൽ ഒരു കാര്യം മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സങ്കേത നഗരമായ യേശുവിലോടിയെത്തണം. അവന് വേണ്ടി നേരെ നിൽക്കണം, ഉറച്ചു നിൽക്കണം, സത്യം അരക്കി കെട്ടണം. ഒരിക്കലും കാപട്യത്തിലേക്ക് പോകരുത്. നീതി എന്ന കവചം ധരിക്കണം. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിപ്പാൻ മനുഷ്യനെ ഭയപ്പെടാതെ, മനുഷ്യനെ പ്രസാദിപ്പിക്കാതെ, ശാഠ്യവും ദുരഭിമാനവും വലിച്ച് അത് വശങ്ങളിലേക്ക് എറിഞ്ഞുകൊണ്ട് ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുവാൻ നീ ആഞ്ഞു മുന്നോട്ട് പോകണം. ശത്രു നിന്റെ മുമ്പിൽ പതറി പരാജയപ്പെടുമെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്വപ്നമുണ്ടായി വരെ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ചില ദേവദാസന്മാരോട് പറഞ്ഞു. അവരും അത് കേട്ട് ചിരിക്കും. ആക്ച്വലി എനിക്കുണ്ടായ ഒരു സംഭവം, ഞാനൊരു യോഗം കഴിഞ്ഞ് അല്പം ക്ഷീണിച്ചിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ, വെറും പേക്കിനാവല്ല, ഒരാൾ എന്റെ കിടക്കയ്ക്ക് അരികിൽ വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് നന്നായിട്ടുണ്ട്. കെട്ടതള്ളയുടെ അന്തോടുകൂടി ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ എന്നെ ആകപ്പാടെ ഒന്ന് നോക്കി വെച്ച ഒരാൾ പറഞ്ഞു, നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നു, എനിക്ക് കുറച്ചുകൂടെ ആരോഗ്യം വരാനായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ പ്രസംഗം വന്ന് നിർത്തും. ഇയാൾ എനിക്ക് ഈ കഴിഞ്ഞ ആഴ്ച തന്നൊരു ഗുണദോഷം. പക്ഷെ ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്കും ഞാൻ കണ്ടില്ല.
ദൈവത്തിന്റെ വൈദ്യരെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ ക്രിസ്തുവിൽ നിന്ന് വിടർത്തുവാൻ, ദൈവത്തിൽ നിന്ന് നീ അകറ്റുവാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയുണ്ട്. അവനെ നീ പ്രത്യേകം കുറിക്കൊള്ളണം. അത് ലോകത്തിലെ ഒരു മനുഷ്യനല്ല, യാക്കോബക്കാരനല്ല, മർത്തോമക്കാരനല്ല, അത് കത്തോലിക്കനല്ല, ഹിന്ദുവല്ല, മുസൽമാനല്ല, പിശാച. നീ വെറാഫും അവനെ കുറിച്ച് ബോധവാനാകുക, അവനെ നേരിടുവാൻ ഒരുങ്ങുക. അവന്റെ ആയുധവർഗങ്ങളെ ദൈവത്തിന്റെ സർവായുധവർഗങ്ങളാൽ നേരിടുക. ജയം നിശ്ചയം. ഈ യുദ്ധം തീരുന്നതിന് മുമ്പേ ആരും വാളറിയില്ലെന്ന് കേട്ടോ. ഈ നമ്മുടെ ആൾക്ക് അങ്ങനെ രീതിയുണ്ട്. ഒരു നല്ല രാത്രിയോഗം എന്തെങ്കിലും കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട്, സ്വർഗത്തെക്കാൾ മനോഹരമായിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഈസിയായിട്ട് ജീവിക്കാൻ തുടങ്ങും. പിറ്റേ ദിവസം കുഴഞ്ഞ ചേച്ചിച്ചെന്ന് ചാടുകയും ചെയ്യും. സുഹൃത്തെ, ഒരു നല്ല യോഗം നടന്നുകൊണ്ടോ ഒരു നല്ല ശുശ്രൂഷ വെളിപ്പെട്ടുകൊണ്ടോ യുദ്ധം തീർന്നെന്ന് വിചാരിക്കരുത്. ഒന്നുകിൽ മരണം വരെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ ബോധവാനായിരിക്കണം. ബി അലർട്ട്, ജാഗ്രത ഉള്ളവനായിരിക്കുക. കഴിഞ്ഞ രാത്രിയാരുടെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം പറഞ്ഞു, നീ ജാഗ്രത ഉള്ളവനായിരിക്കുക, ദൈവത്തിന്റെ വരെ ഉണർന്നിരിക്കുക. ഇടയ്ക്ക് ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയട്ടെ, ഒരു മഹാകാര്യം അതെനിക്ക് പറയാൻ വിട്ടുപോയി. നമ്മുടെ കർത്താവിന്റെ വരവ് വളരെയാണ്. The Lord is very near. The Lord is at hand. വിശ്വസനേക്കാൾ രക്ഷ നമ്മളോട് വളരെ അടുത്തിരിക്കുന്നു. 5ാം സാമ്രാജ്യം സ്ഥാപിതമാകുവാൻ പോകുന്നു. ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം തകരാൻ പോകുന്നു. നീതിമാനായ യേശു ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു. അതിന് സന്തോഷമുള്ളവരെല്ലാം കർത്താവിനെ സ്തുതിച്ചാട്ടെ.